ഹല്ലേലൂയ. കഴിഞ്ഞ 3 ദിവസമായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയും ഉപവാസത്തോടും കൂടി ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനം കേൾക്കുകയും പ്രാർത്ഥനകളിൽ കേൾക്കുകയും അനവധി ദൈവത്തിന്റെ അഭിഷിക്തന്മാര് ഇവിടെയും ദേവന്മാരുമായി ഈ 4 ദിവസങ്ങളിൽ ദൈവജനത്തിന് ആവശ്യമായ ദൂരമായി കർത്താവ് കൊണ്ടുവന്നിറക്കി. അന്ന് കൂടിയ സകല ജനങ്ങളും ആഹ്ലാദമുള്ളവരും സന്തോഷമുള്ളവരുമായി വന്നുകൊണ്ടിരിക്കുന്നത് ചാടി പ്രാപിക്കാൻ വന്നവരെല്ലാം പ്രാപിച്ചു കൊണ്ടുപോയി. അനവധി അനുഭവ സാക്ഷ്യങ്ങൾ അനവധി ആൾക്കാർ വിളിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ 3-4 ദിവസമായി വ്യാഴാഴ്ച മുതൽ നെടുമങ്ങാട്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച മുതൽ ഇവിടെയും ഗസ്റ്റ് മാസ്റ്റേഴ്സ് നടന്നു. അതോടൊപ്പം തന്നെ ആരാധനകൾ ശക്തിയോടെ പ്രാർത്ഥനകൾ നടന്നു. കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് പ്രത്യേകിച്ച് സിറ്റി ചർച്ചിൽ സ്വർഗത്തിലെ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചു. രാത്രികാലങ്ങളിൽ ഒരിക്കലും വരാത്തവർ, ഒരിക്കലും ഉറങ്ങാതെ ഇരിക്കുന്നവർ, ഒരിക്കലും ഉറക്കം എന്ന് പറയുന്നത് ഒഴിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ സ്വർഗത്തിലെ എഴുന്നേൽപ്പിച്ചു. ദൈവം എഴുന്നേൽപ്പിക്കാതെ ആർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. എന്തിനു പറയുന്നു 1 മണിക്കൂർ 2 മണിക്കൂർ ആരാധനയ്ക്ക് വന്ന് ഇരിക്കുന്നതിന്റെ കഷ്ടപ്പെട്ടാണ്. കാരണം ദൈവം ഇല്ലാത്തവർക്ക് അതൊരു കഷ്ടപ്പാടാണ്. ദൈവം ഉള്ളവന് അതൊരു ആഹ്ലാദമാണ്, സന്തോഷമാണ്. സമയം പോകുന്നത് അറിയുന്നില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ദൈവ സാന്നിധ്യം ഉള്ളവര് കർത്താവിന് വചനം കേൾക്കൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ചിലരെ താക്കോലുകളെ കൈമാറ്റം ചെയ്ത് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അതിന്റെ ഞായറാഴ്ചത്തെ മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം വളരെ ശക്തിയോടെ പ്രാർത്ഥന നിരതരായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. രാത്രി 1 മണി 2 മണി 3 മണിയിലേക്ക് ഒന്നും പറയാനാകുമ്പോൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നിരുന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റി പറയും. പ്രാർത്ഥിക്കാൻ വന്നോ തുടങ്ങിയ ആൾക്കാർ പറയുന്നതാണ് അനുഭവ സാക്ഷ്യം പറയുന്നത് അടിപൊളി മാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നിന്റെ രാജ്യത്തിന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. കർത്താവ് ഇതിനു വേണ്ടി പണി ഒരുക്കുക എന്നാണ് നമ്മളെ ജോലി. ആലയം എന്ന് പറഞ്ഞാൽ ആലയം എന്ന് പറയുന്നത് ആദ്യം ഒരു കൺസെപ്റ്റ് മനുഷ്യന്റെ ഹൃദയത്തിൽ മാറ്റേണ്ടത് ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആലയമല്ല ഇത്. ഹല്ലേലൂയ. ഈ ആലയം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ലാൻഡ് ചെയ്യാൻ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോം നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്താലും അത് മനുഷ്യനല്ല ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടിയാണ്. നമ്മൾ നേരിട്ടൊരു പ്ലഗ് എടുത്ത് സ്വർഗത്തിൽ കുത്തുന്നത് പോലെയാണ് ആലയവുമായി കണക്ട് ചെയ്യുന്നവർ ചെയ്യുന്ന പരിപാടി. കാരണം ആലയം ദൈവത്തിന്റെ ആലയം. അവിടെ ദൈവം ആത്മീയമായി തന്റെ മക്കൾ കൂടി വരുമ്പോൾ ആ കൂടി വരുന്ന ജനത്തിനോട് സംസാരിക്കാൻ, അവരെ ആശീർവദിക്കാൻ, അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും കെരൂബുകളും ദൂതന്മാരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇറങ്ങി വരുന്ന സ്ഥലമാണ് ആലയം. നമ്മുടെ ജോലി ഇതാണ്. രാവിലെ ആലയം തോർക്കുന്നത് ദൈവത്തിന്റെ സ്വർഗം തോർന്നത് വന്നിരിക്കുന്നത് ആരെക്കാണ്? ദൈവവുമായിട്ട് സമ്മേളിക്കാൻ. ഹല്ലേലൂയ. ആ വെളിപ്പാട് ഒരു വ്യക്തിയുടെ അകത്ത് കയറിയാൽ അവർ ആലയം പണിയുന്നവരായി മാറും. ആലയത്തിന് വേണ്ടി എഴുന്നേക്കും. കാരണം സ്വർഗത്തിലെ ദൈവമായിട്ട് നേരിട്ട് ബ്ലെസ്സിംഗ് വാങ്ങുകയാണ്. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഗ്ലോറി കൊണ്ട് ഇറങ്ങിയ അങ്ങനെയുള്ളവരുടെ പേര് ദൈവമാണ് അവർക്ക് എല്ലാം അങ്ങോട്ട് കൊടുക്കുന്നത്. ദൈവമാണ് അവരെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യരെ ലിമിറ്റേഷൻ ഉണ്ട് ബ്ലെസ് ചെയ്യാൻ, ഭാഷമാർക്ക് ലിമിറ്റേഷൻ ഉണ്ട് ബ്ലെസ് ചെയ്യാൻ. പക്ഷെ ദൈവം അൺലിമിറ്റഡ് ആയിട്ട് ബ്ലെസ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ലിമിറ്റേഷൻ ഉള്ള ദൈവമല്ല.
ഒരു ലിമിറ്റേഷനും ഇല്ലാതെ നിങ്ങളെ ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നീ ചെയ്യുന്നത് എല്ലാം അറിഞ്ഞ് കണ്ട് അതിനെ അളന്ന് കുറിച്ച് നിങ്ങൾക്ക് തരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ആ പ്ലാറ്റ്ഫോമുകൾ ക്ലിയർ ചെയ്യണം. നിന്റെ ശരീരം ഒരു പ്ലാറ്റ്ഫോമാണ് ദൈവത്തിനാണ്. കാരണം കൊണ്ട് പറയാം, നിന്റെ ശരീരം രണ്ട് പേർക്ക് ആവശ്യമാണ്. ഒന്ന് പിശാചിന് ആവശ്യമാണ്, രണ്ട് ദൈവത്തിന് ആവശ്യമാണ്. ഒന്ന് ലീഗലായിട്ടുള്ള ഒരു കാര്യം, മറ്റൊന്ന് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം. നിന്റെ ശരീരം ലീഗലായിട്ട് ദൈവത്തിനുള്ളതാണ്, ഇല്ലീഗലായിട്ട് മറ്റൊരാൾക്ക് നിന്റെ ആവശ്യമാണ്, നിന്റെ ബോഡി ആവശ്യമുണ്ട്. അതാണ് പിശാച്. നീ ആർക്ക് ഈ ബോഡി കൊടുക്കും? നിന്റെ നാവ് ആർക്ക് കൊടുക്കും? നിന്റെ കണ്ണുകൾ ആർക്ക് കൊടുക്കും? നിന്റെ ഈ ശരീരം ആർക്കാണ് നീ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. നിനക്ക് ലീഗലായിട്ട് ദൈവം ഒന്ന് വാതിൽക്കൽ മുട്ടുകയാണ്. ദൈവം മാന്യനാണ്, പിശാച് മാന്യനല്ല. ഹല്ലേലൂയ. ദൈവം എന്ന് പറയുന്നത് മാന്യനാണ്. ദൈവം നിന്റെ ശരീരം ചോദിക്കുമ്പോൾ ആദ്യം ദൈവം നിന്റെ വായു കൊണ്ട് നീ വിളിച്ച് അകത്ത് കയറ്റിയാലേ കൂടി വരത്തും. പക്ഷേ ഇല്ലീഗലായിട്ട് വരുന്ന ആള് ഒരിക്കലും നിന്നോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ടല്ല വരുന്നത്, തക്കം പാർത്തിരുന്ന ചാടിയും കയറുന്നു. ഹല്ലേലൂയ. അപ്പൊ അവനെ അടിച്ചടക്കുന്ന സ്ഥലമാണ് ഈ ആലയം. ഇല്ലീഗലായിട്ട് നിന്റെ അകത്ത് കയറി വാസം ചെയ്തിരിക്കുന്ന പലരും നിന്നെ നശിപ്പിച്ച് വീണ്ടും നിന്റെ നാശകരമായ കുഴിയിലും ചേറ്റിലും തകർന്ന അനുഭവത്തിനും കൊണ്ടുപോകാൻ അവൻ വന്നിരിക്കുമ്പോൾ പിന്നെ കൊല്ലാനും പിന്നെ മുടിക്കാനും അറുക്കാനും മോഷ്ടിപ്പാനും ഒക്കെ അവൻ നീ പോലും അറിയാതെ നിന്റെ അകത്ത് തക്കം പാർത്തിന് ചാടി കയറുന്നതിനെ നശിപ്പിക്കാൻ വരുമ്പോൾ ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം ഇവിടെ സന്നിധിനാകുന്നത് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഇല്ലീഗൽ സ്പിരിറ്റുകളെ അടിച്ച് പുറത്താക്കിയിട്ട് ദൈവത്തിന് വസിക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ ശരീരത്തിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ ശരീരത്തെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം. പറഞ്ഞാട്ടെ, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം. ഉറക്കെ പറഞ്ഞാട്ടെ, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം. എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നിന്റെ വായി തുറന്നാണ് നീ പറയേണ്ടതോ, നിന്റെ ഹൃദയം കൊണ്ടാണ് പറയേണ്ടതോ. എന്റെ ശരീരം ലീഗലായിട്ടുള്ള ബന്ധത്തിലുള്ളതല്ല, ലീഗലായി ദൈവത്തിന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ലീഗലായി എന്റെ ശരീരം ദൈവത്തിനുള്ളതാണ്. നിലകൊള്ളതല്ല എന്റെ ശരീരം. ഇപ്പോൾ ഞാൻ ഈ ശരീരത്തെ ലീഗലായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇല്ലീഗലായിട്ട് അകത്ത് കയറിയിരിക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുകയാണ്. അത് പുറത്തു പോകട്ടെ. എന്റെ ശരീരം ദൈവത്തിന് ലാൻഡ് ചെയ്യാൻ ദൈവത്തിന്റെ റൺവേയായി ഞാൻ കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിങ്ങൾ യാതൊരു ചേർന്ന് ചെയ്യാം. നിങ്ങളിൽ ദൈവം ലാൻഡ് ചെയ്യാൻ പോകുന്ന ശരീരത്തിൽ ആഗ്രഹമുണ്ട്. ദൈവത്തെ വന്ന് പഠിക്കണം. ദൈവം എന്റെ മേൽ വന്ന് വാഴണം. ഹല്ലേലൂയ. കർത്താവ് ഒരുവനിൽ വാഴാൻ തുടങ്ങിയാൽ അവൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു വാഴ്ചയായി നടക്കും. അവൻ പിന്നെ രാജാവായി മാറുകയാണ്. കർത്താവ് വരുന്നവന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളാണ്, സൂപ്പർ നാച്ചുറലുകളാണ്. അവൻ വാഴാൻ ചെയ്യപ്പെട്ടവനാണ്. ദൈവത്തലയായിരിക്കുന്നു ശരീരമാകുന്ന സഭ. ഹല്ലേലൂയ. ഓരോരുത്തരും ദൈവത്തിന്റെ സഭയാണ്. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നിന്റെ ശരീരം ദൈവം അതിനെ നശിപ്പിക്കരുത്. അതിന്റെ കരകൊണ്ട് വാങ്ങാൻ അതിനെ നശിപ്പിക്കരുത്. അതിന്റെ പിശാചിരിക്കുന്ന സ്ഥലമാക്കി മാറ്റരുത്. ഓത്തിന്റെ സ്വഭാവം കാണിക്കരുത്. ഇതിനകത്തൊരു സ്വഭാവം, വെളിയിലൊരു സ്വഭാവം, വീട്ടിനകത്തൊരു സ്വഭാവം കാണിക്കാതെ നീ എന്നും എപ്പോഴും ഒരുപോലെ മനസ്സാന്തരം കൊണ്ട് സുബോധമുള്ളവനായി ദൈവം വസിക്കുന്നതിന്റെ ശരീരത്തെ നീ നശിപ്പിച്ച് കളയരുത്. അത് ദൈവത്തിന്റെ വസിക്കാനുള്ളതാണ്. ദൈവത്തിന് നല്ല കാര്യങ്ങൾ അത് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. നമുക്ക് അറിയാത്ത മൂന്നാമത്തെ ദിവസം ഈ ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികള് ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഉയർത്തെഴുന്നേൽപ്പ് ഞായറാഴ്ച. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇല്ലെങ്കിലും അവർ ആഘോഷിക്കും. ഹല്ലേലൂയ. അതാണ് പാപം, അതാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ.
എന്നാൽ എന്താ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ അകത്ത് യേശു എഴുന്നേറ്റിട്ടുണ്ടോ? കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ അകത്ത് ജനിച്ചിട്ടുള്ളവർ മാത്രം ഒരു കർത്താവ് അകത്ത് വന്നിട്ടില്ലാത്തവർ ഒരിക്കലും ഇതുപോലെയുള്ള പിന്നെ ക്രിസ്മസ് ആണെങ്കിലും ഇങ്ങനെയുള്ള മതത്തിന്റെ ചടങ്ങുകളിലൊക്കെ ചെന്നിരുന്ന് ക്രിസ്ത്യാനികള് എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ആണിയടിക്കുന്ന കുറെ എണ്ണം ഇന്ത്യയിലുള്ള നാടുകൾ മാത്രം ഇതിന്റെ പേര് പറഞ്ഞ് വെള്ളമടിച്ച് ഈ കേരള ഗവൺമെന്റിന്റെ ഈ ദിവസങ്ങളിൽ ദുഃഖമണിയാക്കാൻ എത്ര ലക്ഷം കോടി കൊടുക്കുകയാണ്. കാരണം മധ്യശാസ്ത്രങ്ങൾക്കകത്തിരുന്ന 3 ആണികൾ എന്റെ കർത്താവിനെ തറച്ചല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് 2-3 ദുർഗടിച്ച് പന്നിയിറച്ചി നിന്ന് ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതമല്ല വേദപുസ്തകത്തിനകത്തുള്ളത്. ബൈബിളിൽ അകത്തുള്ളത് വ്യത്യസ്തമായ സംഭവമാണ്. പെസഹ വേണം നീ ആചരിച്ചു. അവിടെ ആചരിച്ചെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഒരുക്കമാണ്. ഇതിന്റെ പഴയതിനെ കളഞ്ഞിട്ട് ഒരു പുതിയതിന്റെ തുടക്കമാണ് വ്യാഴാഴ്ച പെസഹ നടന്നത്. ഹല്ലേലൂയ. പഴയത് മാറി കർത്താവ് രണ്ടുപേരും വിളിച്ചിട്ട് പറയുകയാണ്. അതിനു മുമ്പ് പിന്നെ വേറെ സംഭവം നടന്നത്, കർത്താവ് ഒരു കഴുതയെ കെട്ടടിച്ചുകൊണ്ടിരാണ് അല്ലേ? അതും ഒരു ഇതേപോലെയാണ്. നിങ്ങൾ അടുത്ത ഇതിലുള്ള ഒരു ഗ്രാമത്തിൽ ചെല്ലുക, ഒരു കഴുതയും കുട്ടിയും കാണും, നിങ്ങൾ അവിടെ ചെന്ന് പറയുക കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമില്ല. ഹല്ലേലൂയ. രണ്ടുപേരും പോയി ദൈവത്തിന്റെ കൽപ്പന, അവിടെ ശബ്ദം സൗണ്ട് അവിടെ വെളിപ്പെടുക. ആ ശബ്ദം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പോയാൽ മതി. ആ പോകുമ്പോൾ അദൃശ്യമായ ദൈവശബ്ദം നിനക്ക് വേണ്ടി മാറുന്നു. ഇതാണ് സംഭവിക്കുന്നത്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യം ദൈവശബ്ദമാണ്. ദൈവം സംസാരിച്ചാൽ പിന്നെ നമ്മൾ ഡൗട്ട് അടിച്ചിരിക്കേണ്ട കാര്യമില്ല. ആ ശബ്ദത്തിനകത്ത് നിനക്ക് വേണ്ടി ഡോറുകൾ ഓപ്പണാകും, വഴികൾ തുറക്കും. എന്റെ കരങ്ങളിൽ ആരും എന്ത് തരത്തിൽ നൽകില്ലെന്ന് പറയുമ്പോൾ അവർ നിനക്കത് അടിച്ചു തരും. കാരണം സംസാരിച്ചു കഴിഞ്ഞു, ദൈവം പറഞ്ഞു കഴിഞ്ഞു, ദൈവം കൽപ്പന പുറപ്പാടിച്ചു കഴിഞ്ഞു. ഇതിനകത്തിരിക്കുന്ന വ്യക്തിയോട് അമ്മ പറയുകയാണ്, നിനക്ക് വേണ്ടി ദൈവം ചില ശബ്ദങ്ങൾ വിശ്വസിക്കുന്നവരില്ല. നിനക്ക് വേണ്ടി ദൈവം സംസാരിച്ചു, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടു കഴിഞ്ഞു. നീ ഇറങ്ങി തിരിച്ചാൽ നീ ചെല്ലുന്നിടത്ത് ഒരിക്കലും അടിക്കപ്പെടാതെ കിടക്കുന്ന ചിലതിന്റെ കെട്ടടിച്ച് നിന്റെ കാലങ്ങളിൽ തന്ന വിശാലാവകാശം ചില പുറപ്പാടുകൾ ദൈവം ഇതിനകത്തിരിക്കുന്ന ചിലരോട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് അമ്മ പറയുന്ന സുവിശേഷം 2023 ദൈവാത്മാവ് പേഴ്സണലായി ചിലരോട് എൻകൗണ്ടറോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവം പറയുന്ന ഇടങ്ങളിൽ സ്ഥലങ്ങളിൽ ഏരിയകളിൽ ദൈവത്തിനായിരിക്കും. നീ അവിടെ ചെല്ലുമ്പോൾ ദൈവമായിട്ട് ഒരു നിമിഷം കൊണ്ട് നിധിയുടെ ആൾക്കാരുടെ ആത്മാവ് അടിച്ചു വീടുകൾ തുറക്കപ്പെടുന്നു, ചില വീടുകൾ തുറക്കപ്പെടുന്നു, ചില വലിയ ഓഫീസുകൾ തുറക്കപ്പെടുന്നു, ചില സ്ഥലങ്ങൾ തുറക്കപ്പെടുന്നു, ചില വലിയ കമ്പനികൾ തുറക്കപ്പെടുന്നു, ചില വലിയ മൾട്ടിനാഷണൽ വലിയ ചില തുറമുഖങ്ങൾ, ചില രാജ്യങ്ങൾ മാതൃകകൾ, ചില ബിസിനസ്സിലെ അങ്ങനെ നീ പുറപ്പെടുമ്പോൾ നിനക്ക് മുമ്പായി ദൈവശബ്ദം പറഞ്ഞു. നീയല്ല പുറപ്പെടുന്ന, നിനക്ക് മുമ്പായി ഈ നാടുകളിൽ ദൈവശബ്ദം ഒരു മുഴക്കമായി വെളിപ്പെടാൻ പോകുന്നു. എത്ര അനുസരിക്കാത്തവരും നിന്നെ കാണുമ്പോൾ അനുസരിച്ച് നടക്കുന്നുണ്ട്. ഈ പറയുന്നത് ആകെ പറഞ്ഞ് ഏറ്റെടുക്കുന്ന ഒരു സീസണിലുണ്ട്. നിനക്ക് മുമ്പായി അനുസരിക്കാൻ പോകുന്നു.
ആരും കയറിയിട്ടില്ല. ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത വാഹനം വെള്ളത്തിൽ ദൈവത്തിന് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരുന്നു. അവന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവം കരുതി വെച്ചിരുന്നു. സീസൺ ആയപ്പോൾ പിശാചി കെട്ടിവെച്ചതിനെ കെട്ടഴിച്ചു. അതിനെ കൊണ്ടുവന്ന് കർത്താവിന്റെ മുമ്പിൽ നിർത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, അതിന്റെ മുകളിൽ ഒരു തുണി കൊണ്ടിരിക്കാൻ. മുകളിൽ കയറി സഞ്ചരിച്ച് അതുവരെ കയറി പോകാൻ സാധിക്കുന്ന നിയമപരമായി ഒരിക്കലും കഴുതയ്ക്ക് പ്രവേശനമില്ലാത്ത ഒരു പുതിയ ഏരിയയിലോട്ട് കഴുതയെ കൊണ്ടുപോയതുപോലെ ആത്മാവധിയാണ് ഒരിക്കലും പ്രവേശനമില്ലാത്ത ചില മേഖലകളിൽ രാജ്യങ്ങളിൽ സ്വപ്നം പോലും കാണാത്ത മേഖലകൾ, സ്വപ്നം പോലും കാണാത്ത ഇടങ്ങൾ, ഏരിയകൾ, സ്ഥലങ്ങൾ, വീടുകൾ, കുടുംബക്കാർ, ബന്ധങ്ങൾ, അതിലോട്ട് ആത്മാവിനെ പുതിയ വസ്ത്രമണിയിച്ച് രാജകീയ വസ്ത്രമണിയിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ കയറി ഇതിനെ കൊണ്ടുപോയി ഇതുവരെ ഈഗരായിട്ട് കയറാൻ സാധിക്കാത്ത ഇടങ്ങളിൽ ദൈവത്തിന്റെ മേൽ കയറുമ്പോൾ നിനക്ക് കയറാൻ സാധിക്കും. അതേപോലെ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, നേരെ ചെല്ലുക. അവിടെ ഒരാള് വെള്ളം കുളത്തിൽ ചുമന്നുകൊണ്ട് നടന്നു. കർത്താവിന്റെ ശിഷ്യന്മാരുമായി വിരുന്ന് കഴിക്കാനുള്ള ശാല കാണിച്ചു തരണം. അയാൾ പറഞ്ഞു, വിരിച്ച് ഒരുക്കിയിട്ടുണ്ട് ആളുകൾ. സ്വർഗം എപ്പോഴും നേരത്തെ നിനക്ക് വേണ്ടി എല്ലാം നിലവിളിച്ച് വിശ്വാസത്തോടെ ഇരിക്കുന്നു. എങ്ങനെ ഇത് നടക്കും? എന്റെ ജീവിതം എങ്ങനെയായി മാറുമെന്ന് ചിന്തിക്കുമ്പോൾ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഉന്നതനെ സകലം വിശ്വസിക്കുന്നവർക്ക് എന്റെ ദൈവം പറയാം, everything is ready for you.
ഇറങ്ങിയാൽ മതി. സീറോ ആയിട്ട് നിന്റെ മുമ്പിൽ നിന്റെ പക്ഷേ സ്വർഗം സംസാരിക്കുമ്പോൾ ആ സീസൺ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുമ്പോൾ നിന്റെ കയ്യിൽ ഒന്നും വേണമെന്നില്ല, എല്ലാം നിനക്ക് വേണ്ടി നീ കരുതിക്കണം. നീ ചെറുതിരുന്നാ മതി, പന്തിയിരുന്നാ മതി. കർത്താവിനോട് ഒരു പന്തി ഒരുങ്ങാൻ പോകുകയാണ്, ഒരു വിരുന്നൊരുങ്ങാൻ പോകുന്നു. ശത്രുക്കളുടെ മേശമേ, ശത്രുക്കൾ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ സ്വർഗ്ഗം നിനക്ക് വേണ്ടി വിരുന്ന് കഴിക്കാൻ പോകുന്നു. ഒരു ഉന്നതമായ അഭിഷേകം ഉള്ളവനാണ്, വെളിപ്പാടുള്ളവനാണ്, മാളിക ഒരിക്കലില്ലാതെ സാഗതയില് കുറെ നടക്കുന്നവനല്ല ദൈവം. കുളവും കൊണ്ട് പോകുന്നത്, വെള്ളവും കൊണ്ട് പോകുന്നതിലൂടെ ചോദിച്ചത് ഇവിടെ മാളിക പറയുന്നത്. കർത്താവിനെ അയച്ചിരിക്കുകയാണ്, ഒരുക്കിയിട്ടിരിക്കുന്നതിന് മാളിക മുറിയുള്ളതെന്ന് പറഞ്ഞാൽ നീ കേട്ടത് ശരിയാണ്. എവരിതിങ് ഇസ് റെഡി. നേരെ കയറി പോയി വിരുന്ന് കഴിച്ചോ, ഞാൻ എല്ലാം വിരിച്ചൊരുക്കിയിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരെ വേണ്ടി എപ്പോഴും ദൈവം അങ്ങനെ ചെയ്യുന്നു. ഞാൻ എന്റെ ജീവിതം കൊണ്ട് പറയുക, ദൈവത്തിന്റെ സീസൺ വരുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യണം, നിന്നുകൊടുത്താൽ. കർത്താവിന്റെ ഗ്ലോറിക്കകത്ത് മൂവ് ചെയ്യുന്നതിന് ജോലിയില്ല, വേർപ്പില്ല, കഴിക്കുക, തിന്നുക, കുടിക്കുക, അനുഭവിക്കുക, പ്രാപിക്കുക. ഹല്ലേലൂയ. ജോലിയില്ല, അവന് വേണ്ടി എല്ലാം ദൈവം വിരിച്ചൊരുക്കിയിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, ദൈവസാന്നിധ്യം അകത്തിരിക്കണം. അടയാളത്തോടുകൂടിയുള്ള കരുതി എടുത്തുകൊണ്ടുവരാൻ കാരണം കർത്താവ് സകലം ടാക്സ് അടയ്ക്കേണ്ട സമയത്ത് ആരാ ടാക്സ് അടയ്ക്കുന്നത്? കോടീശ്വരന്മാർ. കർത്താവ് കോടീശ്വരനായി പുറകിൽ അദ്ദേഹം പറഞ്ഞ ടാക്സ് നടത്തി മൾട്ടി ബില്യനാണ് കർത്താവ്. ഹല്ലേലൂയ. പൈസ എവിടെ? പൈസ ക്രിയേറ്റീവ് മോഡൽസ് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരല്ല ദൈവമുണ്ടാകും. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ഹല്ലേലൂയ. ബാങ്ക് അക്കൗണ്ടിനകത്ത് പൈസ ഇട്ടുകൊണ്ടല്ല കർത്താവ് കാണുന്നത്. കർത്താവിന് ആവശ്യമുള്ളപ്പോൾ വായി തുറന്ന്
പത്രോസേ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ടാക്സ് അടയ്ക്കണം, നോ പ്രോബ്ലം. പൈസ എവിടെ? പത്രോസ് ചോദിച്ചു, പൈസ എവിടെ? പോട്ടാക്കാം പൈസ അന്ന് നീ പറഞ്ഞ് ചൂണ്ടയിട്ടല്ലോ, ജസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹം നൽകണം. ചെന്ന് ചൂണ്ട എറിയപ്പോ ആദ്യം പിന്നെ കിട്ടുന്ന വീടിന്റെ വായിക്കകത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വിശ്വാസത നീ അറിയിത്തിൽ ചെല്ലാ നിന്റെ ഏറ്റവും കൗണ്ടറിനകത്ത് നീ ഇട്ട് നോക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നീ കാണാൻ പോകും. മണികൾ നിന്റെ ലൈഫിൽ ചില മണി കണ്ടുകളോട് വെളിപ്പെടാൻ സമയമായിരിക്കും. എങ്ങനെ സംഭവിച്ചു? നിന്റെ പേടികൾ നിന്റെ കാലങ്ങളിൽ സമ്പത്ത് വയ്ക്കുന്ന കാലഘട്ടം നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ടെൻഷൻ എടുക്കുമ്പോൾ ആത്മാർത്ഥമാണ്. ഇതെങ്ങനെ സംഭവിക്കില്ല? ഒരു അത്ഭുതകരമായ സാമ്പത്തിക വഴികൾ, ദൈവത്തിന്റെ വഴികൾ ആലോചനമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിലോ ചിന്തകൾക്കോ വിദ്യാഭ്യാസങ്ങൾക്കോ മനസ്സിലാക്കാൻ പറ്റാത്ത അസാധാരണമായ ചില വഴികൾ ഈ നാടുകളിൽ സീസൺ ഓപ്പണാകുമ്പോൾ നിനക്കായി ദൈവാത്മാവ് തുടങ്ങുകയാണ്. വിശ്വാസത്തെ വഴി പ്രാപിച്ചോ, വിശ്വാസത്തെ വാഗ്ദത്തം, വിശ്വാസത്തെ ഇറങ്ങി തിരിച്ചോ. എങ്ങനെ ചിന്തിക്കണ്ട, കർത്താവ് നിനക്ക് വേണ്ടി കരുതി കഴിഞ്ഞു, ദൈവം നിനക്ക് വേണ്ടി കരുതി കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കും? അത് യഹോവയാൽ സംഭവിക്കും, അത് യഹോവയാൽ സംഭവിക്കും, അത് യഹോവയാൽ സംഭവിക്കും. ഇതെങ്ങനെ സംഭവിക്കും? ആരെന്നെ രക്ഷിക്കും, ആരെന്നെ വിളിക്കും? ഓ ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയാൽ ഇത് സംഭവിക്കാൻ പോകുന്നു. നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. വഴികൾ വെളിപ്പെടും. ആവശ്യങ്ങൾ നടക്കാൻ പോവുക. നിന്റെ ഡ്രസ്സുകൾ വരാൻ പോകും. നിന്റെ ലൈഫിലൊക്കെ പുതിയ ഡ്രസ്സുകൾ വരാൻ പോകും. ഇതുവരെ ധരിക്കാത്ത ഡ്രസ്സ് ഓടിക്കണം. 2023 ഇത് 4ാമത്തെ മാസം. ഈ 4 മാസത്തിനകത്ത് ഇതുവരെ ഒരു ഡ്രസ്സും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് മാത്രം കൈവരുകയാണ്. ഈ 4 മാസത്തിനകത്ത് ഇതുവരെ പുതിയ ഡ്രസ്സ് വാങ്ങാൻ കൈവരുന്നത് ഉയർത്തപ്പോ നന്നായിട്ടുണ്ട്. അരക്കൈയും കാക്കൈയും മുക്കാക്കൈയും അങ്ങനെയല്ല, ഫുള്ളായിട്ട് ഉയർത്തണം. കർത്താവോടെ നിങ്ങളുടെ ലൈഫിൽ ഡ്രസ്സുകളോട് വെളിപ്പെടണം. പുതിയ ഡ്രസ്സുകൾ നിന്റെ ലൈഫിലോട്ട് റിലീസ് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. പുതിയത് നിന്റെ ലൈഫ് റിലീസ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ പുതിയത് യേശുവിന്റെ നാമത്തിൽ പുതിയ ഡ്രസ്സുകൾ റിലീസ് ചെയ്യുക. ഒരു ചെറിയ ഒരു മിന്നെങ്കിലും വേണം, ഒരല്പം ചെറിയ ഗോൾഡ് എന്ന് പറയാൻ ഒരു തരി ഗോൾഡെങ്കിലും ഉണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ധൈര്യമില്ല. നാണമാനമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കർത്താവിന്റെ സന്നിധി നാണമാനില്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നാണമാനവും വെക്കപ്പെട്ടിരുന്നാൽ നടക്കാൻ കർത്താവ് യേശു നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ഫൈനാൻഷ്യൽ ഗ്ലോറി വെളിപ്പെട്ട ഗോൾഡുകൾ റിലീസ് ആകട്ടെ. ഗോൾഡ് ഗ്ലോറി റിലീസ് സംഭവിക്കാൻ പോകുന്നു. കർത്താവിനെ കാണിക്കുന്ന വിരിച്ചൊരുക്കിയ മാളിക പോലെ. അതായത് ചില വ്യക്തികൾക്ക് 2023 വേറെ ആരോ പണിത് കംപ്ലീറ്റ് ചെയ്ത് സൂപ്പർ ആക്കിയിരിക്കുന്ന വീട് അങ്ങനെ നീ പണിയാത്ത വീട്, നീ നനയ്ക്കാത്ത
കർത്താവ് പറയുകയാണ് അസാധാരണമായി ചേർന്ന് ദൈവം ചെയ്യും. അതാണ് ഗ്ലോറി വെളിപ്പെടുത്തുന്ന സംഭവം. ഗ്ലോറി എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. എല്ലാവരും ഗ്ലോറിയില്ല, ഗ്ലോറിയില്ല. ഹല്ലേലൂയ. ഞാൻ വേറെ വിഷയം, പക്ഷേ ഗ്ലോറി വെള്ളത്തിനകത്ത് പോകാനാണ് ദൈവം നിയോഗം വരുമ്പോഴാണ് ഗ്ലോറി വെള്ളത്തിനാണ് കയറുന്നത്. എന്റെ ഏറ്റവും വലിയ സബ്ജക്റ്റാണ് ഗ്ലോറി. ഹല്ലേലൂയ. ഇത് പറയുകയാണ് ഗ്ലോറി വെള്ളത്തിനകത്ത് ദൈവസഭ കയറുകയാണ്. ഒരു ജോലിയില്ലാതെ, ഒരു കഠിനാധ്വാനം ഇല്ലാതെ, വേർപെടുക്കാതെ നിന്റെ ലൈഫിൽ ദൈവത്തിന്റെ ഡിവൈൻ പവർ ചില സംഭവങ്ങൾ by faith. ഇതൊക്കെ ചുറ്റും ഗ്ലോറിയുണ്ട്, ഇതൊക്കെ ചുറ്റും ഗ്ലോറിയുണ്ട്. ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഡിവൈൻ പവർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ന്യൂക്ലിയർ ആറ്റം പോലെയുള്ള സമയം. നീ ആദ്യം വിശ്വസിക്കുന്ന നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകും. ഞങ്ങളിൽ ഗുണങ്ങളാണ്, ഞങ്ങളുടെ അത്ഭുതമാണ്, എന്റെ കരങ്ങൾ അത്ഭുതമാണ്, എന്റെ കണ്ണുകൾ അത്ഭുതമാണ്, എന്റെ ശരീരം അത്ഭുതമാണ്, എന്റെ നിഴലിൽ അത്ഭുതമാണ്, എന്റെ ശബ്ദങ്ങൾ അത്ഭുതമാണ്, എന്റെ ചിന്തകൾ അത്ഭുതമാണ്. കാരണം ഞാൻ ഒരു പുതിയ രാജ്യത്തിൽ ജീവിക്കുന്നവനാണ്. എന്റെ സിറ്റിസൺഷിപ്പ് ഭൂമിയിലല്ല, ദൈവ രാജ്യത്തിനകത്താണ്. ഓ, എന്റെ ശരീരം ദൈവത്തിന്റെ ആണ്. ഓ, എന്റെ വാഴുന്നത് ജീവനുള്ള ദൈവമാണ്. ഞാൻ യേശുവിന്റെ മകനാണ്. ഞാൻ പാടി പോകേണ്ടവനാണ്. ഞാൻ കെട്ടുപോകുന്ന വീഴത്താനല്ല, വിടാത്ത വീഴത്താൻ നിർമ്മിക്കപ്പെട്ടവനാണ്. എന്റെ DNA മാറിയിരിക്കുന്നു, എന്റെ ജീവികൾ മാറിയിരിക്കുന്നു, എന്റെ പേര് മാറിയിരിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ പേരുള്ളവനാണ്. എന്റെ ഇടയൻ സ്വർഗീയനാണ്. എന്റെ അപ്പൻ സ്വർഗത്തിലെ പിതാവാണ്. എന്റെ പ്രൊവിഷൻ സ്വർഗത്തിലാണ്. ഞാൻ വിശ്വാസത്താൽ സ്വർഗത്തിൽ തുടരുകയാണ്. വിശ്വാസത്താൽ സ്വർഗത്തെ സ്പിരിറ്റ് വേൾഡിനകത്ത് കയറുക. മൈൻഡ് ഒറ്റ സെക്കൻഡ് കൊണ്ട് സ്പിരിറ്റിനകത്ത് കാണാൻ പറ്റും. ഒറ്റ സെക്കൻഡ് കൊണ്ട് പ്രൊഫറ്റിക് വെള്ളത്തിനകത്ത് കാണാൻ പറ്റും. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഹീലിംഗ് വെള്ളത്തിനകത്ത് കാണാൻ പറ്റും. ഒറ്റ സെക്കൻഡ് കൊണ്ട് റെവലേഷൻ അകത്ത് കാണാൻ പറ്റും. നമ്മൾ സ്പിരിറ്റ് മാന്റെ പ്രത്യേകത. എല്ലാ മനുഷ്യർക്കും സാധിക്കില്ല. സ്പിരിറ്റ് മാൻ ആകുമ്പോൾ ഒരു സെക്കൻഡ് ജഡത്തിൽ സംസാരിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഒറ്റ ബോൾ വരുന്നത്. അടുത്ത സെക്കൻഡ് സ്പിരിറ്റ് വേൾഡിനകത്ത് രണ്ട് തോന്നുന്നു. സ്പിരിറ്റ് മാൻ എപ്പോഴും ആത്മീക മനുഷ്യൻ ഒരേ സമയത്ത് യേശു ക്രിസ്തു ആത്മീകനായിരുന്നു, ഒരേ സമയത്ത് ജഡീകമായിരുന്നു. ജഡീകത ജഡത്തിൽ ജീവിക്കുന്നവരാണ്. അവൻ കരയിൽ രാസാൻ ഭവനത്തിൽ ചെന്നപ്പോൾ ഒരേ കരച്ചില്ല. അവർ കരഞ്ഞു, കർത്താവ് കരഞ്ഞു. അടുത്ത സെക്കൻഡിൽ ഡിവൈൻ പവർ കയറും. അയ്യോ, എന്ന് കർത്താവാണ്. സാധാരണ മനുഷ്യൻ കരഞ്ഞപ്പോൾ കടലിന് രക്തം വന്നു. എന്നെ കൊടുത്ത് കഴിയത്തില്ലെന്ന് പറഞ്ഞു. കുടുംബത്തോട് പറയാ, പ്രാർത്ഥിക്കുക, കരയുക, വെപ്രാളം. അടുത്ത നാഴിക അടുത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഒരു ജഡത്തിന്റെ അവതാരം. ഹല്ലേലൂയ. പക്ഷെ അടുത്ത നിമിഷത്തിൽ കർത്താവ് ആത്മാവിൽ കയറി പറയുകയാണ്, ഹല്ലേലൂയ, പിതാവേ, അങ്ങയുടെ ഇഷ്ടം.
ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ജഡീകനായി പോയി കണ്ട റിസൾട്ട് കേൾക്കുമ്പോൾ ജഡീകനായി കരഞ്ഞ് ഞെട്ടി ഷോക്കായി. പെട്ടെന്ന് ദൈവത്തിന്റെ വചനവും പ്രവചനവും വിശുദ്ധമായി പ്രാർത്ഥിക്കുമ്പോൾ ആത്മമനുഷ്യൻ പുറത്തു വരും. ഭീരുത്വമാറും ഭയമാറും കേട്ട നെഗറ്റീവ് വേർഡ്സുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത സെക്കൻഡിൽ ആത്മമനുഷ്യൻ പറയും ഇങ്ങനെ മരിക്കയില്ല. ആത്മമനുഷ്യൻ, ഈ ആത്മമനുഷ്യന് വിശ്വാസത്താൽ ഗ്ലോറി ഉള്ളതിനകത്ത് മൂല്യം. ഹല്ലേലൂയ. കർത്താവ് എങ്ങനെ ഈ ഗ്ലോറി ഉള്ളതെന്ന് പറയുന്നത് അതിന്റെ മഹത്വം എന്താണ്? ഗ്ലോറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മഹത്വം, ഭയങ്കര മഹത്വം. യേശു ക്രിസ്തു ശിഷ്യന്മാരെ കൊണ്ട് നേരെ പോയി മരുഭൂമിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ കർത്താവ് ഇന്നുവരെ കാണാത്തൊരു ദൈവത്തെ കർത്താവിനെ അവിടെ കണ്ടു. തട്ടിമുട്ടി കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് കിടന്നുറങ്ങിയപ്പോൾ കാണാത്ത ഒരു രൂപത്തെ അവിടെ കണ്ടവൾ കെട്ടിപ്പോയി. കഴിഞ്ഞ 3.5 വർഷം കണ്ട ഒരാളല്ല ഇവിടെ നിൽക്കുന്നത്. ഇതാ ഡിവൈൻ പവർ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആത്മമനുഷ്യൻ വെളിപ്പെട്ടപ്പോൾ ചെറിയ മനുഷ്യൻ മാറുന്നു. ജഡത്തിലുള്ള പത്രോസും യോഹന്നാനും യാക്കോബും അനന്ത യോഹന്നാനും പറയുകയാണ്, നമുക്ക് ഇവിടെ ഒരു 3 കുടിലുണ്ടാക്കാം. ഒരു ശബ്ദം കേൾക്കുന്നു, ഇവന്റെ ചെവി കൊടുത്തേ, ഇവൻ സ്വർഗീയ മനുഷ്യനാണ്. നിങ്ങൾ കരുതുന്നത് പോലെ ചെടികളല്ല, ഇവന്റെ അകത്തൊരു ആത്മമനുഷ്യനുണ്ട്. അത് കേരളമായ ദൈവം. ഗ്ലോറി. പ്രാർത്ഥന എന്താണ്? എനിക്ക് ദൈവ സാന്നിധ്യം പോരാ, എനിക്ക് മഹത്വം കാണണം. എനിക്ക് സാന്നിധ്യം പോരാ. ആണ്ടിലൊരിക്കൽ വല്ലപ്പോഴും ഒരിക്കലും വന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചത് പറഞ്ഞ് വീട്ടിൽ പോകാനല്ല മോശ പറഞ്ഞത്. മോശ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം, അങ്ങയുടെ തേജസ് കാണണം, അങ്ങയുടെ ഗ്ലോറി എനിക്ക് കാണണമെന്ന് മോശ ദൈവത്തിനോട് സംസാരിച്ചു. കർത്താവ് അപ്പോഴും പറഞ്ഞാണ്, എന്റെ സാന്നിധ്യത്തിന്റെ കൂടെ പോലും പോരെ, നിനക്ക് മുമ്പായി എന്റെ സാന്നിധ്യം പോലും, നീ ആ സാന്നിധ്യത്തിന്റെ പുറകെ നടന്നോ. കർത്താവ് പറഞ്ഞ അടർത്തി ഈ ജനത്തിന് കൊടുത്തോ. ഹല്ലേലൂയ. അതിന്റെ കയ്യിൽ വടിയുണ്ടല്ലോ, അതുകൊണ്ട് അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്ത് അതുപോലെ അതുവരിക്കൊണ്ട് അതെല്ലാം ഈ ജനത്തിന് കൊടുത്തോ. പിന്നെ ഈ ജനത്തെ നിനക്ക് തന്നില്ലേ, ആ ജനത്തെ നീ എടുത്തോ. പക്ഷെ എനിക്ക് വേണ്ടത് അങ്ങയുടെ മഹത്വം. എനിക്ക് സാന്നിധ്യം പോരാ, എനിക്ക് സാന്നിധ്യം പോരാ. എനിക്ക് ചെറിയൊരു കയ്യടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, ചെറിയൊരു പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വിളയലിനെ അവസാനിക്കുന്നില്ല, ഒന്ന് ആത്മത്തിൽ ആരാധിച്ച് അവസാനിപ്പിക്കുന്നതല്ല. എനിക്ക് ദൈവത്തിന്റെ മഹത്വം കാണണം. ദൈവത്തിന്റെ മഹത്വം കാണുന്നത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ മഹത്വം ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു വ്യക്തി അന്ന് വീട്ടിൽ ചേർന്ന് അവന് പിന്നെ രാത്രി ആയപ്പോൾ അവന്റെ റൂമിനകത്ത് ഒരു ഗ്ലോറിയാണ്. ഞങ്ങളെ ചർച്ചയിൽ നിന്നൊക്കെ ഗ്ലോറി കാണാൻ വേണ്ടി പോയ ആൾക്കാർ. ഒരു ആരംഭ കാലഘട്ടങ്ങളിൽ നമ്മുടെ സഭയില് ഒരു പ്രാവശ്യം ഗ്ലോറി ഇറങ്ങി പുൽപ്പിറ്റില് നിന്ന പിള്ളേരെല്ലാം ഗ്ലോറി കണ്ടു, ജനങ്ങൾ കണ്ടു, ആൾക്കാർ കണ്ടു. അത് ഒരു വീട്ടിനകത്ത് ഇറങ്ങി. അവര് ഒരു ദിവസം രാവിലെ വരെ ആ വീടിന്റെ അകത്ത് റൂമിനകത്ത് ഒരു അസാധാരണ പ്രകാശം ദൂരെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. എന്റെ പകൽക്കാലം നീ വിശ്വസിച്ചാൽ നിന്റെ ഭവനത്തിനകത്ത് ഗ്ലോറി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ. പുതിയ നിയമത്തിനകത്ത് അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിനകത്ത് ഇരുന്ന സ്ഥലം കുലുങ്ങി ഒരു വലിയ തീ ഇറങ്ങി അഗ്നിനാവ് പ്രത്യക്ഷപ്പെട്ട് ജനം ആത്മനിറവിലായി. അവർ സുവിശേഷം പറയാൻ തുടങ്ങി. അവർക്ക് ധൈര്യം ഉണ്ടായി, ഭീരുത്വം മാറി, അന്യഭാഷ പ്രാപിച്ചു. പക്ഷെ അവർ മടുത്തു പോയില്ല, അതിനകത്ത് തൃപ്തി വന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് പോരാ. 4-ാം അധ്യായത്തിനകത്ത് ജനം ഒരുമിച്ച് ആത്മനാവിൽ ആരാധിച്ചപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങുന്നത് പോലെ ഒരു ദൈവ തേജസ്സ് ആലയത്തിനകത്ത്
മഹത്വം, ഗ്ലോറി, ദൈവശക്തി ഇരുന്ന സ്ഥലം ചൊരിയുന്ന അസാധാരണ ഗ്ലോറി, അസാധാരണ മഹത്വം, അസാധാരണ ദൈവശക്തി. ആ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയപ്പോൾ, അതായത് മനുഷ്യരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അസാധാരണ ദൈവശക്തി ഇരുന്ന സ്ഥലം ചൊരിയും. ആ അഭിഷേകം വന്നപ്പോൾ അവിടെ സംഭവിച്ചത് ജനങ്ങളെ ആദ്യം ചെയ്തത് അവിടെ സ്ഥലങ്ങളും വീടുകളും നേരങ്ങളും വിറ്റുകൊണ്ടുവന്ന ദൈവസന്നിധി വെച്ചു. സത്യം പറഞ്ഞ നല്ലൊരു മഹത്വം ഇറങ്ങാനുണ്ടല്ലോ. നിങ്ങളെ ഈ ജലത്തിലുള്ള എല്ലാ മോഹത്തിലും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് നിങ്ങൾ പറയും എനിക്കൊന്നും വേണ്ട, എനിക്കുള്ളതല്ല കർത്താവിന് കൺസെപ്റ്റിനകത്തോട്ട് വരുന്നത് ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുന്നവന്റെ അകത്താണ്. അങ്ങനെ മഹത്വം ഇതിനകത്ത് ചേർന്ന് ഇറങ്ങാൻ പോവുകയാണ്. സാധാരണമായ ചില ഗ്ലോറികൾ അതിന്റെ അകത്ത് വെളിപ്പെടുമ്പോൾ നീ പറയും ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് മഹത്വം മതി, എനിക്ക് തേജസ് മതി, എനിക്കുള്ളതെല്ലാം എന്റെ ദൈവത്തിന് കൊടുക്കുന്നു. ഒന്നും പിടിച്ചു വെക്കാത്ത, ഒന്നും അത്യാഗ്രഹം കാണിക്കാത്ത, എല്ലാ കർത്താവിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായി നീ മാറുന്നത് ദൈവത്തിന്റെ ഗ്ലോറി നിന്നെ ക്ഷണിക്കുമ്പോൾ നീ പറയും എനിക്കൊന്നും വേണ്ട, അടിയരുത്, എന്റെ ആരോഗ്യം, എന്റെ സമയം, എന്റെ ആയുസ്, എന്റെ സമ്പത്ത്, എനിക്കുള്ളതെല്ലാം എന്റെ ദൈവത്തിന്. മഹത്വം പറഞ്ഞൊരു പക്ഷെ മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു പക്ഷെ 4,000 മഹത്വം കഴിഞ്ഞ 5,000 അനന്യാസം സമീറയും തട്ടിപ്പോയി. അതാണ് ഒരു പ്രശ്നം. ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കള്ളത്തരം നടക്കത്തില്ല, ചെയ്യുന്നവർ തട്ടിപ്പോകും. അതുകൊണ്ടായിരിക്കും കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ എല്ലാ സഭകളിലും എത്രത്തോളം പഴയ നിയമസഭയ്ക്കകത്ത് ഇറങ്ങിയ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങാത്തതിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം പലരും ഇവിടെ കാണത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹരിച്ചു പോവാം. ഹല്ലേലൂയ. അപ്പൊ എന്നാലും നമുക്ക് ചില മേഖലകളിൽ പേഴ്സണലായിട്ട് ചില മേഖലകളിൽ അനവധിക്ക് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ ഗ്ലോറി ഇവിടെ ഇറങ്ങിയാൽ മുക്കാലി കാണില്ല. നമുക്ക് അടക്ക ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ എത്ര എണ്ണം ആഹാരം കഴിക്കാൻ വാരി ഉരുട്ടി വെക്കുന്നതും നിന്റെ ടേബിളിൽ തന്നെ തട്ടിപ്പോയവർക്ക് ദൈവം എന്നോട് പറയുന്നത്. നീ കഴിക്കുന്ന ആഹാരം കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മരിച്ചു പോകേണ്ട വ്യക്തികളെ ദൈവത്തിന്റെ കൃപയാൽ ഇതിനകത്തിരുന്ന് ആരാധിക്കണം. നീട്ടി തന്നിരിക്കുക, കൃപത ഒഴുകിക്കൊണ്ടിരിക്കുക. കുറച്ചു നാൾ കഴിയുമ്പോൾ ദൈവത്തിന്റെ കൃപ അവസാനിക്കും. ഇന്ന് പകൽക്കാലം നമ്മൾ ചില അനോയിറ്റിങ്ങിനെ ഭാവിക്കാം. അത് പേഴ്സണലായി നിന്റെ ലൈഫിൽ ചില വലിയ അടുത്ത ലെവലിൽ കയറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ സഭയ്ക്കകത്ത് അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ക്രിയേറ്റീവ് വർക്ക് സംഭവിക്കണം. ഈ പ്രാർത്ഥന മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ 2023 തന്നെ ഒരു വലിയ മൂവ്മെന്റ് ഈ സഭയിൽ വെളിപ്പെടാൻ പോകുന്നു. ഈ ദൈവസഭയ്ക്കകത്ത് അവയവങ്ങൾ നഷ്ടപ്പെട്ട ചിലർ പ്രാർത്ഥിക്കുമ്പോൾ അവയവങ്ങൾ വെളിപ്പെടുന്ന ഒരു അഭിഷേകം, ക്രിയേറ്റീവ് അനോയിന്റിംഗ്, ക്രിയേഷൻ പവർ, ക്രിയേഷൻ ഗ്ലോറി. ഈ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയില്ലാത്തവർ കിട്ടി വരും, ദിവറില്ലാത്തവർ ദിവർ വരും, ചെവിയില്ലാത്തവർ ചെവി വരും, കണ്ണില്ലാത്തവർ കണ്ണ് വരും. ചില അവയവങ്ങളെ, ചില സ്ഥലങ്ങളെ, ചിലതിനെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ഒരു ക്രിയേഷൻ ഗ്ലോറി ഈ സഭയിൽ നടന്നിരിക്കുന്നു. നിങ്ങൾ വരുമ്പോൾ, വിളിച്ചു പറയുമ്പോൾ ചിലത് അസ്വസ്ഥതയിൽ സംഭവിക്കുന്നത് പോലെ പരിശുദ്ധമായപ്പോൾ കയ്യില്ലാത്തവരും കാലില്ലാത്തവരും അതുണ്ടായി വരുന്ന ദൈവശക്തി, സമ്പത്തുണ്ടായി വരാൻ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഇല്ലാത്ത ഫൈനാൻസ് ഉണ്ടാകാൻ അത് ചിലർക്ക്
ലോകരാജ്യങ്ങളില് മാർക്കറ്റിംഗ് അതുപോലെ ദിവദാസനുണ്ട്, സിംബാബ്വെ എന്ന് പറയുന്ന സ്ഥലം, അസൂസ സ്ട്രീറ്റ് ഇതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ പണ്ട് വലിയ റിവൈവലുകൾ നടന്നപ്പോൾ കൈയില്ലാത്തവർക്ക് വരണം. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കണ്ണില്ലാത്തവർ, കാലില്ലാത്തവർ. നമ്മൾ ചിന്തിക്കും നമ്മളൊന്നും കണ്ടിട്ടില്ല, കാരണം നമുക്ക് ആകെ കുറച്ച് കൈയടിക്കാൻ കൈയടിച്ച് വെള്ളം ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ പോകുന്നതല്ലാതെ അതിനപ്പുറം ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നില്ല. നമ്മള് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ അകത്ത് ഒരു ശതമാനം പോലും നമ്മളെ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി. അതാണ് മലയാളികളുടെ ഇടയിൽ നടക്കുന്നത്. 3 പാട്ടും ഒരു സങ്കീർത്തനവും ഒരു ആശീർവാദവും കഴിയുമ്പോ 1.5 മണിക്കൂർത്ത ഒരു കഥകളി കഴിയുമ്പോ ഒരു സഭായുഗം അവസാനിക്കും. പക്ഷേ കയ്യും കാലും ഇല്ലാത്തവൻ, ഹല്ലേലൂയ, വീൽ ചെയറുകളിൽ വരുന്നവരൊക്കെ കൂട്ടമായിട്ട് ദൈവസഭയിൽ വന്നിട്ട് അവരുടെ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് മടങ്ങിപ്പോകുന്ന കാലഘട്ടം വർഷമായി കർത്താവ് വിശ്വസിക്കുന്നവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പല ദൈവദാസന്മാരുടെ ശുശ്രൂഷകളെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൈയില്ലാത്തവന് കൈ മുളച്ചു വരുന്നു, പല്ലില്ലാത്തവന് പല്ല് വരുന്നു. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നാം ക്രിയേറ്റീവ് മാർഗസ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവരാണ് യേശു. നമ്മൾ വചനത്തിനകത്തൊക്കെ എടുത്ത് പ്രസംഗിക്കാറുണ്ട്, ടീച്ച് ചെയ്യാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. ആദിയിൽ കർത്താവ് എന്തുവരുന്നു? ഈ ലോകത്തെ സൃഷ്ടിച്ചു. സൃഷ്ടികർത്താവ്, ക്രിയേറ്റർ. വെള്ളത്തിന്മേൽ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് യഹോവ കൽപ്പിച്ചു. ഉണ്ടായി എന്ന് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ടീച്ച് ചെയ്യുകയും തിയോളജി പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. പക്ഷേ ഒരു സംഭവം ജനത്തിന് ഒരു കയ്യോ കാലില്ലാത്ത വന്നാൽ പ്രാർത്ഥിക്കാൻ ധൈര്യമില്ല, വിശ്വാസമില്ല. തലമുറയില്ലാത്തവർ വന്നാൽ വിശ്വാസമില്ല. ഒരിക്കലും സഭയ്ക്കകത്ത് യൂട്രസ് ഇല്ലാത്ത സഹോദരി വന്നു. പ്രവാചകൻ എന്നെ സുരക്ഷിത പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സഹോദരി 3 മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആവും, നിങ്ങൾക്ക് തലമുറ ഉണ്ടാക്കാൻ പോകും. വിളിച്ച പാസ്റ്റർ പറഞ്ഞു, ഇറങ്ങി പോകാൻ പറഞ്ഞു. ഗർഭപാത്രം ഇല്ലാത്ത ഒരു സ്ത്രീയെ നോക്കി പ്രവചിക്കാൻ അതാണ് ഇന്നത്തെ കാലത്തെ ഭാഷ. പ്രസംഗിക്കുന്നത് യേശുവിനെയാണ്, പ്രസംഗിക്കുന്ന എടുത്തിരിക്കുന്ന ബൈബിളാണ്. പക്ഷേ അവരെന്ത് പ്രസംഗിക്കുന്നു എന്ന് അറിയത്തില്ല, അവരാരെ വിശ്വസിക്കുന്ന അറിയത്തില്ല. ഈ ലോകത്തെ ഉണ്ടാക്കിയത് എല്ലാം ദൈവം ശൂന്യതയിൽ നിന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് വെറും മണ്ണിൽ നിന്നാണ്. ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നു. ഒറ്റ ഫാക്ടറി നടത്തുന്ന ആളാണ് സ്വർഗത്തിലെ ദൈവം. ആ ഫാക്ടറി ഉടമയുടെ മക്കളാണ് നമ്മൾ. മക്കളെ ദൈവം വിളിച്ചത് ദൈവത്തെ പോലെ ജീവിക്കാൻ. ദൈവത്തെ പോലെ ആകണം എന്ന് ഉണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് കൈയില്ലാത്തതിനെ വിളിച്ച് കൈ വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കാലില്ലാത്തവന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു ദൈവദാസൻ പറഞ്ഞു, ഇല്ലാത്ത കാലിന്റെ ആവിനൊരു ചെരുപ്പ് വാങ്ങിക്കൊണ്ട് വാ. ചെരുപ്പ് ഇടാൻ ശ്രമിക്കാൻ പറഞ്ഞു. കാലില്ലാത്തവൻ എങ്ങനെ ഇടും? എന്നാലും ഈ ദൈവദാസൻ പറഞ്ഞ വിശ്വാസത്താൽ ആ ഇതുവരെയുള്ള ഭാഗം എടുത്ത് ഇങ്ങനെ ആക്കിയതും കാൽ കുറച്ചു. അസുസാസ്ട്രീറ്റിലെ റിവൈവൽ നമ്മൾ കൈയില്ലാത്ത വന്ന് നിൽക്കുകയാണ്. ഒരു കൊച്ചു പെണ്ണ് ഇന്നലെ വന്ന് അഭിഷേകം പറഞ്ഞു, നമ്മൾ വന്ന് കൈ വീശ വെക്കണ്ട, ഒന്നും ചെയ്യണ്ട, വരട്ടെ എന്ന് പറഞ്ഞത് കണ്ടിട്ടുണ്ടാവും. അസുസാസ്ട്രീറ്റ് റിവൈവൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കണം. കൈ മുളച്ചു വരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കാര്യം പറയുന്നത്. വേദപുസ്തകത്തിലെ ആദ്യത്തെ സംഭവത്തിന് എന്താണ് പറയുന്നത്? ഭൂമി നിങ്ങളെങ്ങനെ ഉണ്ടായി? പാഴും ശൂന്യമായ അവസ്ഥയിൽ നിന്നും ദൈവത്തിന്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചവർ. ആ സൃഷ്ടി കർത്താവാണ് നിന്റെ അകത്തിരിക്കുന്നത്. നിന്റെ അകത്തിരിക്കുന്നത് ക്രിയേറ്ററാണ്. ബോധമുണ്ടാകട്ടെ, സുബോധമുണ്ടാകട്ടെ. പേടിക്കണ്ട,
അയ്യോ പേടിക്കണ്ട, അയാളുടെ ക്രിയേറ്റർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ക്രിയേറ്റർ ആയത്? നമ്മൾ തലമുറകളെ ശ്രദ്ധിക്കുന്നില്ലേ? അതൊരു ക്രിയേറ്റീവ് പവറാണ്. അതായത് ദൈവം പറഞ്ഞു, ദൈവം തരാതെ ഇതൊന്നും നടക്കുന്നില്ല. ദൈവത്തിന്റെ സ്വരൂപം മൃഗങ്ങളും പക്ഷികളും എല്ലാം മനുഷ്യരും എല്ലാവരും ഓരോന്ന് സൃഷ്ടിക്കുക, ഉണ്ടാക്കുക, ഇല്ലാത്തതിനെ ഉണ്ടാക്കുക. നിന്റെ അകത്ത് യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശാലാണെങ്കിൽ പുതുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഉള്ളതിന്റെ അകത്ത് കയറി പരിപാടി ചെയ്യാൻ. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത ഇല്ലാത്തതിനെ ഉണ്ടാകും. ദൈവത്തിന് മാത്രമേ മരിച്ചു ലഭിക്കുന്നു. ആത്മാവിനെ കൊടുക്കാൻ എടുക്കാൻ ദൈവത്തിന് മാറ്റം. ഹല്ലേലൂയ. ഇപ്പോൾ യേശുവിനെ രക്ഷിതായി സ്വീകരിച്ച നിങ്ങളെ നമുക്ക് വചനം പറയുന്നു, യേശു ക്രിസ്തു അവിടെ ഇരിക്കുന്നു. സ്വർഗത്തില് നമ്മളെ ആ യേശു ക്രിസ്തു ക്രിയേറ്റർ. അപ്പൊ നീ ക്രിയേറ്റർ അല്ലേ? പറ്റുമോ? നീ പറഞ്ഞ നടക്കൂ, നടക്കൂ. ആ കണ്ടിരുന്ന ദൈവദാസൻ പറഞ്ഞു, മീനുകൾ ഉണ്ടാകട്ടെ, മീനുകൾ, പുതിയ മീനുകൾ വരെ ഉണ്ടായി. പുള്ളിയുടെ ഹിസ്റ്ററി നോക്കണം. 3 വർഷം പ്രസംഗിച്ചു പറഞ്ഞു. ഞാൻ ഇപ്പൊ പറയുന്നത് പോലെ ജനങ്ങൾ പഠിക്കും, എല്ലാവരും പറഞ്ഞു മട്ടനാണ്, ഭ്രാന്തനാണ്, ബന്ധനാണ്. 3-ാമത്തെ വർഷം ആ സിനിമയിൽ പുതിയ മീനുകൾ ഉണ്ടായി, പുതിയ കാര്യങ്ങൾ ഉണ്ടായി, കാര്യങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുന്നു. ഹല്ലേലൂയ. നിന്റെ അകത്ത് ആ ക്രിയേറ്റർ ഉണ്ട്. നിന്റെ ഉള്ളിൽ ആ ക്രിയേറ്റർ ഈശ്വരൻ. ക്രിയേറ്റർ നിന്റെ നീ വിളിച്ച് പറയുമ്പോൾ ഗർഭപാത്രമില്ലാത്ത സ്ത്രീ വന്നു, തലമുറ ഉണ്ടാകും. വിളിച്ച ഭാഷ പറഞ്ഞു, ഇറങ്ങി പോകാൻ പറഞ്ഞു. പക്ഷെ 4-ാമത്തെ മാസം 3 മാസം കഴിഞ്ഞ സ്ത്രീകൾ ഞാൻ കേൾക്കുന്നില്ല. ദൈവദാസൻ പറഞ്ഞ സമയത്ത് ആ ഗർഭപാത്രം ഉണ്ടായി വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ചിലർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കണം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മരണത്തെ ജീവനെയും സൃഷ്ടിക്കാൻ നിന്റെ നാവിന് അധികാരമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാൻ ഈ നാളുകൾ നീ പറയാൻ തുടങ്ങണം. ഇല്ലാത്തത് നിന്റെ മുമ്പിൽ വരുന്ന ജനങ്ങൾ, അത് ഏത് തരത്തിലുള്ള ആൾക്കാരും അവരെ നോക്കി പ്രാർത്ഥിക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടാകണം. കൈയില്ലാത്ത വന്നാൽ കൈ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ വേറൊരു വെപ്പുകയിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്ന കാര്യമില്ല. ഒരു കൈയില്ലാത്ത പറയാണ്, നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ചാൻസ് ആണ്. നീ വളരെ വിളിച്ച് വിചാരിച്ചിട്ട് 350 എടുത്തു കൊടുത്ത് പറയണം ആ വിപ്പു കൈ വെച്ചു. ക്യാൻസർ രോഗി പിന്നെ വരെയാണ് നിങ്ങളടുത്ത് പിച്ചക്കാരനൊക്കെ അമ്മ തായെ എന്നൊക്കെ വിളിച്ചിട്ട് ഇതാ ക്യാൻസർ ആണ്, അതാണ്, ഇതാണ്, കൊടയാണ്, ഓപ്പറേഷൻ ചെയ്യാൻ ലോകമുഴുവാണ്. ചുമ്മാ വെച്ചോണ്ട് വരിക. നീ പറഞ്ഞ അകത്തോട്ട് കയറി. ഇപ്പൊ തന്നെ നേരിടാൻ മുഴ പോകും. ഇപ്പൊ നിന്റെ കാല് റെഡിയാവും. ഹല്ലേലൂയ. ഇപ്പൊ തന്നെ നിന്റെ കാല് ഉണ്ടായി വരും. ഇപ്പൊ തന്നെ നിന്റെ രോഗം മാറാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് പറയും കൊല്ലുമില്ല, നീ വന്നാൽ മതി, ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിന്റെ രോഗം മാറും, നിന്റെ മുഴ മാറും, നിന്റെ ക്യാൻസർ മാറും. ഓ ഹല്ലേലൂയ ജീസസ്. നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും രോഗികൾ വന്നാൽ വിടരുന്നവനെ അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിനക്കൊരു ചാൻസ് കിട്ടിയാൽ നീ പ്രാർത്ഥിക്കാതിരിക്കരുത്. ക്യാൻസർ രോഗബാധികൾ നീ പോയിട്ട് ആഹാരം ചോറ് കൊടുത്തിട്ട് വരാനല്ല, ക്യാൻസർ ബാധികൾ കാര്യമാക്കാം. അതാണ് ക്രിയേറ്റീവ് പവർ എന്ന് പറയുന്നത്. ഈ ക്രിയേറ്റീവ് പവർ നമ്മൾ ചർച്ചകളിൽ നമ്മൾ യൂസ് ചെയ്യണം, സഭകളിൽ യൂസ് ചെയ്യണം. വരുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത് സംഭവിക്കപ്പെടാൻ പോവുകയാണ്. തലമുറകൾ എത്ര പേരെ ഈ സഭയിൽ വന്ന തലമുറ ഇല്ലാത്തൊരു തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ വാക്ക്, ഒറ്റ പ്രവർത്തന. കഴിഞ്ഞ 10 വർഷം തലമുറ ഇല്ലാത്തൊരു സഹോദരി കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് തങ്ക സൃഷ്ടി കൊണ്ടുവന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവരെ വിളിച്ചു പറയുന്നു, ഞാൻ പ്രഗ്നന്റ് ആണ്.
അതും ചുമ്മാ ഒരുപാട് ഉണ്ടാക്കി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ജസ്റ്റ് 2 മിനിറ്റ് പ്രാർത്ഥിച്ചു വിടുന്നു. പക്ഷേ വിടുതലായി. മാതാവ് ശരീരം പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പഴുത്തഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ജസ്റ്റ് പ്രാർത്ഥിച്ചു. എത്ര 1000 രൂപ ആവേണ്ടതാ ഓപ്പറേഷന്. അവർ പിറ്റേന്ന് തന്നെ പൊട്ടി ആ ബ്ലഡ് മുഴുവൻ കംപ്ലീറ്റ് 2 കുടം മുഴുവൻ ബ്ലഡൊക്കെ പോയി കംപ്ലീറ്റ് ഹീലായി. ഇങ്ങനെ നടക്കുന്നതാണ്. ജസ്റ്റ് പ്രാർത്ഥന 1.5 മണിക്കൂർ പ്രാർത്ഥിച്ച് 3 ദിവസം വീട്ടിൽ ചെന്ന് ഫാസ്റ്റ് ചെയ്ത് വായിട്ടിരുന്ന ഭാഷ പറഞ്ഞ് മറുണ്ടാക്കി നാട്ടുകാരെല്ലാം കൂട്ടി വരുത്തി എന്ന് പരിപാടിയിരുന്നു. ജസ്റ്റ് ഒരു വാക്ക് പറയുന്നു, ആ വാക്ക് പ്രവർത്തിക്കുന്നു, അത് ക്രിയേറ്റ് ആകുന്നു. ക്യാൻസർ കൊലയുള്ളൊരു പയ്യൻ വന്നു, അവന്റെ അവിശ്വാസം തട്ടിപ്പോയി, അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നവരാണ്. അവൻ മഴയായി വന്നു, ഒറ്റ പ്രാർത്ഥന മോളിൽ കൂടെ ആ മഴ പൊട്ടിത്തെറിച്ചു. കണ്ടോണ്ടിരുന്നവരെല്ലാം മേടിച്ചോടി. ആ വീഡിയോ കണ്ട ഞങ്ങളൊക്കെ 2 ദിവസം ആരും കഴിച്ചില്ല, അതുപോലെയാണ് പൊട്ടിത്തെറിച്ചത്. പക്ഷേ കൂടെ നാട്ടുകാർ പറഞ്ഞു ഇവരെ കൊണ്ട് ആശുപത്രിയാക്കണം, ഇത് വഴിക്കൂന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടൊന്ന് കാര്യം പൊളിച്ച് അവൻ മരിച്ചു. കർത്താവ് സൗഖ്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നീ വിശ്വസിക്കാൻ തയ്യാറായ ഒരു തീ പോലെ വിളിക്കട്ടെ. സൗണ്ട് മാറാൻ പോകും. ക്രിയേറ്റീവ് മാറ്റം സംഭവിച്ചത് യഹോവയുടെ സൗണ്ടിനകത്ത്. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പൈശാചിക ലോകങ്ങൾ കിടിഞ്ഞു വിറയ്ക്കാം. ലോകങ്ങൾ സൗഖ്യമാകും. നിന്റെ ശബ്ദം ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ട് നീ പാടുമ്പോൾ അഭിഷേകമാണ്. ഇന്ന് ഭഗവാന്റെ ശബ്ദത്തിനകത്ത് ചിലരെ തൊണ്ടക്കകത്ത് ദൈവശക്തികളെ പ്രാർത്ഥിക്കുന്നവന്റെ തൊണ്ട, ആരാധിക്കുന്നവന്റെ തൊണ്ടക്കകത്ത് നിന്റെ ശബ്ദത്തിനകത്ത് നിന്റെ ശബ്ദം മാറാൻ പോവുക. ശബ്ദത്തിന്റെ ഉടമയാൽ ദൈവത്തിന്റെ മാറ്റാൻ പോവുക. ശബ്ദം നിന്റെ ശബ്ദം നിന്റെ ശബ്ദം നിന്റെ ശബ്ദം ദൈവത്തിന്റെ ഗ്ലോറിയുടെ ശബ്ദമായി. ശബ്ദം കേട്ട് ദുരാത്മാവ് നിലകാൻ പോകുന്നു. വൈശാഖ്യ ഉന്നതകൾ നിലകാൻ പോകുന്നു. രോഗങ്ങൾ സൗഖ്യമാകാൻ പോകുന്നു. നീതികൾ നടക്കാൻ പോകുന്നു. എന്റെ ശബ്ദത്തിലൂടെ ദൈവ മഹത്വം നടക്കാൻ പോകുക. ചിലരുടെ ശബ്ദം തീ പോലെ യേശുവിന്റെ നാമത്തിൽ ശബ്ദങ്ങൾ മാറട്ടെ.
കാലഘട്ടങ്ങളിൽ ആഫ്രിക്കൻ കണ്ടുകളെ ചരിപ്പിച്ച ദൈവത്തിന്റെ അഭിഷേകമാണ്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തെ ഇറക്കി മന്ത്രവാദികൾ വരെ മാനസാന്തരപ്പെട്ടു. അതിന് പുറകില് ശബ്ദത്തിനകത്തൊരു അഭിഷേകം. ജീസസ് എന്ന് പറയുന്ന ഒരൊറ്റ പേര് അതിനാണ് നോക്കിയ സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് പറയുമ്പോൾ 10-16 അടി പൊക്കത്തില് മന്ത്രവാദികൾ ക്രൂശിയതിനകത്ത് അഭിഷേകത്തിന് വിരോധമായി മന്ത്രവാദം ചെയ്തുകൊണ്ട് ക്രൗഡിനകത്തിരിക്കുന്നവർ 10-16 അടി പൊക്കത്തിൽ മുങ്ങിപ്പോവാൻ പുരാത്മ മണ്ഡലങ്ങൾ ഇളകും. കർണാടക പ്രസിദ്ധ ദൈവത്തിന്റെ അഭിഷേകത്തെ കൂടെ വന്ന് മൈക്കെടുത്തതേ ഉള്ളൂ. പൈശാചിക ലോകങ്ങൾ കത്തി കരിഞ്ഞതുപോലെയാണ്. ദൈവദാസനെ ശുശ്രൂഷിക്കാൻ അനുവദിച്ചില്ല. ചില ദൈവദാസന്മാർ മൈക്ക് കയ്യിലെടുക്കുമ്പോൾ അവരുടെ സൗണ്ടിനകത്തുകൂടെ ദൈവശക്തി വ്യാപരിക്കും. അത് ദേശങ്ങളെ പിടിക്കും, രാജ്യങ്ങളെ പിടിക്കും, അത് പട്ടണങ്ങളെ പിടിക്കും, ജനങ്ങളെ പുറപ്പെടും. ആ ശബ്ദം ആ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തും, മാനസാന്തരപ്പെടുത്തും. അവരുടെ ജീവിതം സൈനികൾ മാറും. ഒരു ദൈവ ഭയം കൊണ്ടുണ്ടാകും. യേശുവിന്റെ പേര് ജീസസ് എന്ന് പറയുമ്പോൾ പൈശാചിക ലോകങ്ങൾ കുറഞ്ഞാൽ നിന്റെ ശബ്ദത്തെ ദൈവം യൂസ് ചെയ്യാൻ പോവുകയാണ്. ഈ കാലഘട്ടങ്ങളുടെ ശബ്ദമായി മാറാൻ പോകുന്നു. ഒരു കാലഘട്ടത്തെ ചലിപ്പിക്കുന്ന ഒരു ശബ്ദമായി നിന്റെ ശബ്ദം മാറട്ടെ. നിന്റെ ശബ്ദത്തിൽ പൈശാചിക ശക്തികൾ പേടിക്കണം. അപ്പൊ നീ സ്തോത്രം പറയുമ്പോൾ ഹല്ലേലൂയ പറയുമ്പോൾ എല്ലാ ജനങ്ങളും എല്ലാ പൈശാചിക ശക്തികളും വ്യക്തികളെല്ലാം ഇളകി വരുന്നു. നിന്നെ അടിക്കാൻ വേണ്ടി വരുന്നതിനാ. നീ വേറെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവൻ അടിക്കാൻ വരുന്നില്ല, അവർ വരുന്നുള്ളൂ. പക്ഷെ നീ അന്യഭാഷ പറഞ്ഞാൽ അവർ നിന്നെ അടിക്കാൻ വരും. അവന്റെ അകത്തുള്ള ദുരാത്മാവ് ഇളകി വരും. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പ്രസംഗിക്കുമ്പോൾ ചിലരുടെ അകത്തുള്ള ദുരാത്മാക്കൾ ഇളകി വരും. അവർക്ക് അഭിഷിക്തന്മാരുടെ വിരോധം ഉണ്ടാകും, വൈരാഗ്യം ഉണ്ടാകും, ദേഷ്യം ഉണ്ടാകും. കാരണം അവന്റെ അകത്ത് ദുരാത്മാവിരിക്കുന്നത് കൊണ്ട് ആ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഇരിക്കാൻ പറ്റുന്നത്. നിന്റെ ശബ്ദത്തിനാണ് ആദേശം മരുഭൂമി നൽകുന്ന ദൈവത്തിന്റെ ശബ്ദം. ഇന്ന് നിന്റെ അകത്ത് വ്യാപരിക്കട്ടെ ആ ക്രിയേറ്ററുടെ ശബ്ദം, ആ ദൈവത്തിന്റെ ഗ്ലോറിയുടെ ശബ്ദം. ആ ശബ്ദമായി നിന്റെ ശബ്ദം മാറണം. നിന്റെ ഭവനം പ്രാർത്ഥനാലയമല്ല, നിന്റെ ഭവനം ആശുപത്രിയല്ല, നിന്റെ ഭവനം സിനിമാ തിയേറ്ററല്ല. നിന്റെ ഭവനം ദൈവം ആരാധിക്കുന്ന ഒരു ആലയമായി മാറണമെങ്കിൽ, ആ ഭവനത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ, നന്മയുണ്ടാകണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒരു ദൈവ ശബ്ദമായി നിന്റെ ശബ്ദം മാറണം. ഹല്ലേലൂയ. അതാണ് ഗ്ലോറി, സൗണ്ട് ഓഫ് ഗ്ലോറി എന്ന് പറയും. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ബിഗ് ബാങ് തിയറി. ഉണ്ടാകട്ടെ എന്നൊരു ശബ്ദം ആദിയിൽ ഉണ്ടായി, ഉടനെ തന്നെ ചിലതുണ്ടായി വന്നു. അതിന് ശാസ്ത്രലോകം പേരിട്ടു ബിഗ് ബാങ്. ഹല്ലേലൂയ. ഒരു അസാധാരണ പൊട്ടിത്തെറി ഉണ്ടായി, ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു, ഒരു ശബ്ദമുണ്ടായി എന്നൊക്കെ ശാസ്ത്രന്മാർ പറയുന്നു. പക്ഷേ ബൈബിൾ പറയുന്നു ആദിയിൽ ഒരു ശബ്ദമുണ്ടായി. ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. അത് പറഞ്ഞവൻ വേറെ കാര്യമില്ല, ക്രിയേറ്റർ. ഹല്ലേലൂയ. നിന്റെ അകത്തിരിക്കുന്ന ആളാണ്, നിന്റെ അകത്തിരിക്കുന്നവരാണ്. ഉണ്ടാകട്ടെ. ആ ശബ്ദത്തിനകത്തോടെ ചിലത് ഉണ്ടായി വന്നതുപോലെ നിന്റെ ശബ്ദം അതുപോലെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നമ്മുടെ സഭയ്ക്കകത്ത് അടുത്ത തലം വെളിപ്പെടാൻ സാധിക്കും. അടുത്ത സീസൺ വെളിപ്പെടാൻ പോകുന്നു. കൂട്ടമായി ജനങ്ങൾ കയറി വരാൻ പോകുന്നു. അതിന് മുന്നോടിയായി നിന്നെ നിന്റെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പോകും, നിന്റെ ശബ്ദത്തെ ചേഞ്ച് ചെയ്യാൻ പോകും. അന്യഭാഷ ഒരു ദൈവ ശക്തി നിന്നെ പിടികൂടാൻ സാധിച്ചുകൊണ്ട് ഭാഷ പറഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്നവരെ വിശ്രമിക്കാൻ ആരാധിച്ചുകൊണ്ട്
റീപ്പിംഗ് ഗ്ലോറി. എന്താണ് റീപ്പിംഗ് എന്ന് പറയുന്നത്? അതായത് കൊയ്യുക, മകനെ കൊയ്യുക, കൊയ്യുന്നത്, ആത്മാക്കളെ കൊയ്യുന്ന അഭിഷേകം. നമ്മുടെ സഭയിൽ അത് വെളിപ്പെടാൻ പോകുക. ആത്മാക്കളെ കൊള്ളയിൽ ചില സഭ കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് ഞങ്ങളുടെ തമിഴ്നാട്ടിലെ ദിവസത്തിലാണ് പോയപ്പോൾ 19,000 പേര് ആരാധനയ്ക്ക് വരുന്നത്. ആ ദൈവദാസന്റെ അകത്ത് കിടക്കുന്ന അനോയിനിങ് എന്ന് പറയുന്നത് ആത്മാക്കളെ കൊള്ളയടിക്കുന്ന അഭിഷേകമാണ്. ഓരോ വ്യക്തിക്കും ഓരോ അഭിഷേകമാണ് ദൈവം കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരു അഭിഷേകം തന്നെ കൊടുക്കുന്നത്. ആ ദൈവദാസന്റെ അകത്ത് എവിടെ പോയാലും ആത്മാക്കളെ കൊയ്യും, ആയിരങ്ങളെ കൊയ്യും, 10,000 സഭയ്ക്കകത്ത് കയറിയത്. നമ്മുടെ സഭയ്ക്കകത്ത് ആ റീപ്പിംഗ് ഗ്ലോറി വെളിപ്പെടുത്താൻ ഈ കാലഘട്ടങ്ങളിൽ ആത്മാക്കളെ കൊള്ളയടിക്കുന്ന, ആത്മാക്കളെ കൊള്ളയടിക്കുന്ന, ജനങ്ങളെ കൊള്ളയടിക്കുന്ന, നശിച്ചുകൊണ്ട് ആത്മാക്കളെ കൊള്ളയടിക്കുന്ന ഒരു റീപ്പിംഗ് അനോയിന്റിംഗ് ഇതിനകത്ത് നിന്റെ മേലെ വെളിപ്പെടാൻ പോകും. നീ പോകുന്ന ഇടങ്ങളിലെല്ലാം പ്രാപിച്ചോ. നീ കർത്തിക്കുമ്പോൾ, നീ പറയുമ്പോൾ അനവധി ആൾക്കാർ നിന്റെ കൂടെ കയറി, അനവധി ആത്മാക്കളെ കൊള്ളയടിക്കുന്ന അഭിഷേകം. നീ ആത്മാക്കളെ കൊണ്ടുവരാൻ പോകുക. ഇതിനകത്തെ അഭിഷേകമാണ്. നീ പോകുന്ന ഏരിയകളിലും ജനങ്ങളെ നീ കൊള്ളയടിക്കുക. നീ ആത്മാക്കളെ കൊള്ളയടിക്കുക. ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളെ നേടാം. അഭിഷേകം ചെയ്തവരെ കൊണ്ടല്ലേ ഒന്നോ രണ്ടു പേരുമല്ല രക്ഷിക്കപ്പെട്ട പട്ടണം മുഴുവൻ ഇളകി.
ഇനി അങ്ങോട്ട് അങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത്. ഒറ്റ പ്രസംഗം. ഒരിക്കൽ പാലോട് എന്നുള്ള സ്ഥലത്ത് ഒരു കൺവെൻഷൻ വെച്ചു. ഒറ്റ പ്രസംഗം 150 കുടുംബം പോകുന്നു. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ അനോയിന്റിംഗ് ആയിട്ട് റിലീസാണ്. 12 മണിയായാലും എത്താൻ പറ്റത്തില്ല. പട്ടണം പിടിക്കപ്പെടും, ദേശം പിടിക്കപ്പെടും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില കൺവെൻഷനുകളുടെ മുഖാന്തരം വലിയ സഭകൾ ഒറ്റ രാത്രികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ഥലത്ത് ഒറ്റ കൺവെൻഷൻ 12 തീരുന്നില്ല. പിറ്റേ നമ്മുടെ ചർച്ചയായി. അതിൽ ജനങ്ങൾ കത്തോലിക്കക്കാരെല്ലാം കൂട്ടമായി ഇളകി വന്നു. നാട് മുഴുവൻ ഇളകുന്നു. കൂട്ട സൗഖ്യങ്ങൾ നടന്നു. ഒറ്റ ദിവസം കൊണ്ട് ആകെ ഗുണ്ട മാസ്റ്ററായി മാറി. രാവിലെ ഗുണ്ടയെന്ന് വൈകുന്നേരം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു അഭിഷേകമാണത്, ഒരു അനോയിന്റിംഗാണത്. ഒറ്റ പ്രസംഗം അതിന്റെ ഒരു പട്ടണം, ഒരു രാജ്യം മുഴുവനും കർത്താവിൻ്റെതായി മാറാൻ. കർത്താവ് പോകുന്നിടത്തൊക്കെ പുരുഷാരം മുഴുവൻ മരുഭൂമിയിലാണെങ്കിൽ 5000 10,000 പേര്. അതൊരു അഭിഷേകമാണ്. നിങ്ങൾ വെറുതെ വന്ന കൈ ഒടിച്ച് ഇവിടെ ഇരിക്കരുത്. വെളിപ്പാടില്ലാത്തതുകൊണ്ട് ജനം മര്യാദ കൊണ്ട് നടക്കും. വെളിപ്പാടില്ലാത്തവർ വായി തുറന്ന് നിന്നാണ് ഒരു പിടിയില്ലാതിരിക്കുക. അവൻ ആർമോളം ഈ വെറ്റില കൊടുക്കാനും അല്ലെങ്കിൽ വാക്ക് കട്ട് ചെയ്യാനും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ കൊണ്ട് അങ്ങനെ ചെറിയ കൂട്ടാക്കണ പരിപാടി അങ്ങനെയുള്ളവർക്കുള്ള ശുശ്രൂഷ അല്ല ഇത്. ഇത് ഞാനങ്ങ് റിലീസ് ചെയ്ത് സഭയ്ക്കാണ്. അത് വെളിപ്പാടുള്ളവർ പ്രാപിക്കും. ആത്മാവിനെ വിളിച്ചു പറയുക. എന്റെ മുമ്പിൽ 5000 10,000 ലക്ഷങ്ങളും ക്രൂസൈഡുകൾ നിൽക്കാൻ പിടിയുള്ളവർ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ആഫ്രിക്കൻ കണ്ടുകളിൽ, ലോക രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി 10,000ങ്ങളുടെ നടുവിൽ, ലക്ഷങ്ങളുടെ നടുവിൽ നിൽക്കാൻ പിടിയുള്ളവരുടെ മേൽ ഇന്ന് മകൾക്കാലം അനുഭവിച്ചില്ല. ഒരു വലിയ ഗ്ലോറി, വയലന്റ് ഗ്ലോറി വെളിപ്പെടുത്തേ. മേച്ചോണ്ടിരുന്ന ഒരുത്തരം പിറ്റേ ദിവസം രാവിലെ 30 ലക്ഷം പേര്. ഒരാടിനെ മേച്ചോണ്ട് ഒറ്റയ്ക്ക് നടന്നവന് പിറ്റേ ദിവസം രാവിലെ 30 ലക്ഷം പേര്. വയലന്റ് ആയിട്ടുള്ളവരാണ്. മോശം ആടിനെ മേച്ചോണ്ട് കർത്താവിനെ കണ്ടു. പിറ്റേ നോക്കിയപ്പോ 6 ലക്ഷം അവരുടെ കുട്ടികൾ കുടുംബാരും എല്ലാം 30 ലക്ഷം പേരുടെ ഭാഷയായി മാറി. ഞാൻ പറഞ്ഞില്ലേ, അഹരോന്റെ വാടി തളർന്നത് പോലെ നിന്റെ വാടി തളർന്നു. പക്ഷെ അഭിഷേകം നിന്റെ മേലോട്ട് വീണാൽ നാളെ രാവിലെ നീ 30 ലക്ഷത്തിന്റെ മാസ്റ്ററാകാൻ എന്റെ ദൈവത്തിന്റെ സെക്കൻഡുകൾ മതി. മനുഷ്യനെ മാറ്റുന്നത് മതമല്ല, മതമല്ല, അഭിഷേകമാണ്. അഭിഷേകമാണ് നിന്റെ ചരിത്രം മാറ്റുന്നത്. ഒരു മെഗാ ചർച്ചിന്റെ പാസ്റ്ററാകാൻ ഒറ്റ രാത്രി കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് നിന്റെ മേലെ പുറത്ത് വീണാൽ ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ മെഗാ ചർച്ചിന്റെ ഒരു അഭിഷേകം ഇന്ന മകള് ഈ സഭയിൽ ഇറങ്ങട്ടെ. പട്ടണത്തെ ഏറ്റവും വലിയ, കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദൈവസഭയായി ഈ ദൈവസഭയിൽ ഇന്ന് പകരം അഭിഷേകത്തെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അനോയിന്റിംഗ് ചലിക്കും. അനോയിന്റിംഗ് വ്യക്തികളെ മാറ്റും. അനോയിന്റിംഗ് നിന്റെ കപ്പാസിറ്റിക്ക് അതീതമായ കാര്യങ്ങൾ നിനക്ക് തരും. അതാണ് ഗ്ലോറി എന്ന് പറയുന്നത്. ഗ്ലോറി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വെറുതെ നിൽക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. എന്താണ് ഗ്ലോറി എന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ മനുഷ്യന് ജോലിയില്ല, ദൈവം ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി. നിന്ന് കൊടുക്കുന്ന പരിപാടിയാണ് ഗ്ലോറി. പ്രസംഗമില്ല, ശുശ്രൂഷയില്ല, വേർപ്പില്ല, കഠിനാധ്വാനമില്ല, ഒന്നുമില്ല. കുറെ പോയിന്റ് എഴുതി വെച്ചുള്ള പരിപാടിയില്ല. നിന്നാൽ മതി. ഗ്ലോറി ഇറങ്ങും, ഗ്ലോറി ഇറങ്ങും. അതാണ് മഹത്വം.
ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവം ഇറങ്ങിയാൽ മനുഷ്യന് ജോലിയില്ല. നിനക്ക് ജോലിയില്ലാത്തൊരു സീസൺ അവരുടെ പോയ അഭിഷേകം നിന്നെ ചുമക്കാൻ പോയ അഭിഷേകം ഭൂമിയിലൂടെ നിന്നെ നടത്തുന്നത് പുഷ്കാല ഭോജനത്തോടെ ദേശത്തിന് എത്തിക്കുന്നത് അഭിഷേകമാണ്. ചെങ്കടലുകളെ വായിക്കുന്ന അഭിഷേകമാണ്. നീ കൽപ്പിച്ചാൽ മതി, ചെങ്കടൽ മാറും. കൊച്ചിയില് ആ ഗ്യാസ് ഇതെല്ലാം കൂടെ കത്തി ജനങ്ങളെ തീരും. പാസ്പോർട്ട് ആകെ വിഷമത്തിലെ കൊച്ചിക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഗവൺമെന്റ് ഒരു ഹെലികോപ്റ്റർ അയച്ചു. നിങ്ങൾ കണ്ടു വൈറലായ വീഡിയോ. അതിന്റെ ഒരു ചെറിയ കയറില് ചെറിയ തൊട്ടി കൂടെ കിട്ടിയിട്ട് ഹെലികോപ്റ്റർ പോകുമ്പോ ഇത്തരമുള്ള നീളമുള്ള തൊട്ടിയിൽ വെള്ളം കുതിരുന്നു. ഒരു മണ്ടന്മാർ, ലോകത്തിൽ വേൾഡ് നമ്പർ 1 മണ്ടന്മാർ. അതൊരു മനുഷ്യന്റെ വിഷയം വന്നാൽ, ഒരു ഗവൺമെന്റിലും സുനാമി വന്നാലും ഭൂകമ്പം വന്നാലും ഭൂചലനം വന്നാലും കൊറോണ വന്നാലും ഇവിടെ ഒരുത്തരം ഒന്നും ചെയ്യുന്നത്. പക്ഷെ ചെങ്കടൽ വന്നപ്പോൾ മനുഷ്യൻ നോക്കി നിന്നിട്ട് മോശം എന്ന് പറയുന്ന വ്യക്തി വെറുതെ വിൽക്കനായിരുന്നു. നേരെ പറയാൻ പോലും പറഞ്ഞുകൂടാതെ വിക്കി പറഞ്ഞു വഴിമാറേണ്ടി പറഞ്ഞു. സ്വർഗം ഇറങ്ങി, ചുഴലിക്കാറ്റ് ഇറങ്ങി, ചെങ്കടൽ ദൈവം ബ്രഹ്മപുരം ഇറങ്ങി കഴിഞ്ഞ ഒറ്റ സെക്കൻഡ്, ഒറ്റ കാറ്റ്, എല്ലാ പരിപാടിയും തീർന്നു. ഒറ്റ മഴ. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ഗവൺമെന്റിന് സാധിക്കാത്ത കാര്യം കൊച്ചിയിലുള്ള ദൈവജനം പ്രാർത്ഥിച്ചാൽ ബ്രഹ്മപുരത്തിന്റെ സ്ഥിതി അങ്ങ് മാറ്റും. ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അതാണ് മഹത്വം ഇറങ്ങിയാൽ എല്ലാ വിഷയത്തിനും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഫുഡില്ല. 5000 പുരുഷന്മാർ കൊണ്ട് ഫുഡില്ല. കർത്താവ് പറഞ്ഞു എന്തെങ്കിലും സംഭവമാരങ്ങളുണ്ട്. 5 2 കർത്താവിന്റെ ഒരു ഗ്ലോറി ഇറങ്ങി. അതാണ് ഫുഡ് ഗ്ലോറി. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് ഫുഡില്ല എന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ച ഗ്ലോറി പ്രാപിച്ചോ നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും നിന്റെ പ്രൊവിഷൻ അടയത്തില്ല. തിന്ന് നീ ഓവർഫ്ലോയാണ്. എപ്പോഴും ഫുഡ് മിച്ചം വരത്തക്ക രീതിയിൽ നിന്റെ അടുക്കള നിറഞ്ഞ കവിഞ്ഞൊഴുകാൻ പോകുന്ന രീതിയിൽ ചെറിയ ഒരു നന്മയെ ഇന്ന് ഗ്ലോറി ഇറങ്ങിയ ആ അനോയിന്റിങ് ഇറങ്ങിയ ഒരു നാളിൽ ഞങ്ങളെ അടുക്കളയ്ക്കകത്ത് ഒട്ടും പുറത്തു പോലില്ലായിരുന്നു. പക്ഷെ ഗ്ലോറി ഇറങ്ങി ഇന്നും മിച്ചം വരികയാണ്. ഇന്നും മിച്ചം വരികയാണ്. എത്ര കഴിച്ചാലും തിന്നാലും അനുഭവിച്ചാലും വീണ്ടും മിച്ചം വരുന്ന രീതിയിൽ ഒരു വലിയ ഫുഡ് ഗ്ലോറി. നമ്മള് സാധാരണ രീതിയിൽ കപ്പയും മഞ്ചേരിയും മീനും ഒക്കെ തിന്ന് എന്തെങ്കിലും മുട്ടും മുട്ടൊക്കെ തിന്നുകൊണ്ട് നടക്കുന്നത് ഈ ഗ്ലോറിയെ കൊണ്ട് തുടങ്ങിയാണ്ടല്ലോ അടുത്ത നിമിഷത്തിന്റെ ടേബിൾ മാറും. ഹല്ലേലൂയ. പിന്നെ നിന്റെ കണ്ണ് നിറഞ്ഞ് കാണും. പക്ഷെ ഒന്നും നിനക്ക് പിന്നെ തിന്ന് തീർക്കാൻ പറ്റത്തില്ല. നോക്കി തന്നെ വയറുണ്ട്. ഞാൻ ഇതെല്ലാം പറഞ്ഞുള്ള ഞാനേ ഒരു ദിവസവും എനിക്ക് ഇതിനെ കുറിച്ച് അതിനെ പഠിപ്പിച്ചാ ദൈവം. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് എന്ത് പട്ടിണിയായിരുന്നു. ഞാൻ ഒരു ഹോട്ടലില് ബോംബെ ചെന്ന് ശുശ്രൂഷ ഇറങ്ങിയപ്പോൾ ഒരു ഹോട്ടലിൽ പട്ടി വെച്ചു. എന്നാൽ കഴിയൊന്നുമില്ല. ഒരു മാസം ശുശ്രൂഷ പൈസ കൊണ്ടുപോകും. അപ്പോഴീ ഗ്ലോറി കുളത്തിനകത്ത് ദൈവങ്ങൾ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ ഇവിടുന്ന് 5 സ്റ്റാർ ഫുഡ്. ആ 5 സ്റ്റാർ ഹോട്ടലിനകത്ത് ഷെഫ് ഉണ്ടായിരുന്നു. അയാള് നമ്മുടെ ചർച്ചയിൽ വരുന്ന എനിക്കറിയില്ല. ഞാൻ ആ സഭയിൽ ശുശ്രൂഷിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന ഹോട്ടലിന്റെ ഷെഫാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ രാവിലെ ആ കടയിൽ വന്ന് നോക്കിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു മാഷിന്റെ എനിക്ക് എന്റെ ഹൃദയത്തിനകത്തിരുന്നത് അതായത് ജൂഹു ബീച്ചിനകത്ത് അമിതാഭ് ബച്ചൻ, സുനിൽ ഷെട്ടി, ശില്പ ഷെട്ടി ഇങ്ങനെയൊക്കെ ഉള്ളവർ താമസിക്കുന്ന അതേപോലെ ഏറ്റവും 5 സ്റ്റാർ ഹോട്ടലാണ്. ഞാൻ അന്ന് തട്ടയുടെ പോലും നമുക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഗ്ലോറി ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ 5 സ്റ്റാർ ഫുഡ് തന്നെ 9 മാസം 5 സ്റ്റാർ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ
ഞാൻ അവിടെ വരുന്നത് വരെ പൈസ ഉണ്ടായിരുന്നു. കർത്താവിനെ അവിടെ പഠിപ്പിക്കുകയായിരുന്നു. നീ കൽപ്പിച്ചാൽ ഫുഡുകളൊക്കെ വെളിപ്പെടും. ഇന്ന് എന്റെ ലൈഫിൽ വർഷങ്ങളായിട്ട് ഞാൻ യേശുവിനെ വേണ്ടി സ്വീകരിച്ച എന്റെ ലൈഫ് കംപ്ലീറ്റ് ഗ്ലോറിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് കഴിക്കുമെന്ന്. എന്റെ കയ്യിൽ പൈസയല്ല, ഞാൻ ആഗ്രഹിച്ചാൽ അവിടെ ഞാൻ പോയിരിക്കും, തിന്നിരിക്കും, കഴിച്ചിരിക്കും. നിമിഷ നേരം കൊണ്ട് ടേബിൾ ചേഞ്ച് ചെയ്യുന്ന ഒരു അനോയിന്റിംഗ്. ഫുഡ് ഗ്ലോറിയുടെ അഭിഷേകം. നീ രാവിലെ കഞ്ഞിപ്പേര കുടിച്ചുകൊണ്ടിരുന്ന മില്ലിമോശത്ത് ഉച്ചയായപ്പോൾ ദാവീദിന്റെ മേശയിൽ രാജകീയ ബോധങ്ങൾ എല്ലാ ഭാഷമാരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. കാരണം അവർക്ക് അനുഭവിച്ചുള്ള അതെല്ലാം കൊണ്ട് അവരെ വേറെ കുറിച്ചുള്ളത്. പക്ഷേ ദൈവത്തിന്റെ ഗ്ലോറിക്കകത്ത് നടക്കുന്നവന്റെ ലെവല് വേറെയാണ്. ഇതിനകത്തുള്ള അനോയിന്റിങ്ങിനെ തപ്പിപ്പിടിക്കണം. എന്തൊക്കെ അനോയിന്റിങ് ഉണ്ടോ അതിനെല്ലാം നീ ബൈബിൾ എടുത്ത് പുതിയ നിയമം എടുത്ത് വായിച്ച് പലതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ചില അനോയിന്റിങ്ങുകളുണ്ട്. അത് എല്ലാവർക്കും കൊടുക്കാനുള്ള ദൈവം ചിലരുടെ ആ അനോയിന്റിങ്ങിനെ നീ ക്ലെയിം ചെയ്ത് നീ പ്രാപിക്കണം. ബിബിയാശേരിന് വിട്ടുപോയി. അദ്ദേഹം റോഡികളെ പോലെയുള്ള ആ ലെവലിൽ ആപ്റ്റിറ്റ്യൂഡാണ് വിളിക്കുന്നത്. പക്ഷേ ഭയങ്കര അഭിഷിക്തരാണ്. അദ്ദേഹം വീട്ടിൽ ഒരു ത്യാഗാരി ചെന്നിറങ്ങി പറഞ്ഞ് വീട്ടിനകത്തോടെ എല്ലാം കൊണ്ടുകൊണ്ട് വളർന്നു. പുള്ളി പറഞ്ഞാലേ കേൾക്കാം, അല്ലെങ്കിൽ അടുത്ത പരിപാടി തീരുമാനം. കേടിച്ചകത്തേന്ന് കൊണ്ട പാത്രത്തിലുണ്ടായിരുന്ന ചോറും കറികളും സാഖരം കൊണ്ടു എല്ലാവരും കൂടെ തിന്ന് തീർത്തു. ഇനി എന്തെങ്കിലും മിച്ചമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും മിച്ചമില്ല. മിച്ചം വെച്ചാവിന്റെ കാര്യം തീരും. ഒന്നും മിച്ചമില്ല. ആശാരിക്കും ഓക്കെ ഞാൻ പോകണോ പാടാൻ പോകുന്നു. ഇവര് ഈ വീട്ടുകാർ പറഞ്ഞു ആശാരി ഇങ്ങനെ പിള്ളേർക്ക് നമ്മോട് കഴിഞ്ഞ ചെയ്യുന്നത് പുള്ളി വന്നു പോയി. പക്ഷെ ഇവര് കാലം കമത്തി വെച്ചിട്ട് വന്നു. യാത്ര തിരിച്ചകത്ത് കയറുമ്പോൾ കാലം നിറഞ്ഞിരിക്കും. വിശ്വാസം എന്ന് പറയുന്നത് മക്കൾക്ക് കുറച്ചിരിക്കട്ടെ, നാളെ വണ്ടിക്ക് കുറച്ചിരിക്കട്ടെ, നാളെ മൊത്തത്തിന് കുറച്ചിരിക്കട്ടെ എന്നല്ല. വിശ്വാസം എന്ന് പറയുന്നത് അടുത്തൊരു സൂപ്പർ നാച്ചുറൽ കാണാൻ കംപ്ലീറ്റ് ഫ്രീ ആയി കർത്താവിന്റെ രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നതാണ് ഫ്രീ. അത് ചെയ്യുമ്പോൾ അങ്ങനെ പേഴ്സൺ കംപ്ലീറ്റ് കാലിയാക്കി, അക്കൗണ്ടുകൾ കംപ്ലീറ്റ് കാലിയാക്കി ചെയ്യാറുള്ളത്. പക്ഷെ അടുത്ത സെക്കൻഡ് നടന്നില്ല. എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയുന്നില്ല. ഒന്നാം തീയതി അന്ന് പ്രോഫറ്റിക്കലായിട്ട് എന്റെ അക്കൗണ്ടിനകത്ത് പേഴ്സിനകത്തുള്ളത് എല്ലാം ഞാൻ പ്രവചിക്കലായിട്ട് കാലിയാക്കി. നാളെ ഒന്നും കണ്ടിട്ടല്ല, ഒന്നും കാണാതെയാണ് നമ്മൾ കാലിയാക്കുന്നത്. അതാണ് ഫെയ്ത്ത്. പക്ഷേ അടുത്ത ദിവസം അന്ന് തന്നെ അത് നടക്കും. രാവിലെ ഞാൻ കാലിയാക്കി, പക്ഷെ അന്ന് തന്നെ അത് നടക്കും. ഞാൻ പറയട്ടെ, ഈ സൂപ്പർ നാച്ചുറൽ ഭാവിയുണ്ടെങ്കിൽ അകത്ത് വിശ്വാസം നാളെ കുറിച്ച് ചിന്തിച്ച് കണക്കൂട്ടി ജീവിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ കാണാൻ പറ്റുന്നില്ല. ഒരു വർദ്ധിക്കുന്ന അഭിഷേകത്തിന്റെ കരങ്ങളിലൂടെ വെളിപ്പെടാൻ പോവുകയാണ്.
ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, സമയം എഴുതേക്കാം. എന്നാലും കുറച്ചൊക്കെ ഗ്ലോറി ഉള്ളതിനകത്ത് ഈ ദൈവസഭയെ വിശ്വസിക്കുന്ന നിങ്ങൾ ഇന്ന് മുതൽ ചില മേഖലകളിൽ ഞാൻ വിശ്വാസത്താൽ കർത്താവിന്റെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഗ്ലോറിയുള്ള കുറെ നാള് അതിനുള്ള ക്രൗഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മടിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള സബ്ജക്റ്റുകള് ഞാൻ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് പറയാറ്. പക്ഷേ ദൈവാത്മാനോട് പറഞ്ഞു, നീ ദൈവസഭയിലാണ് റിലീസ് ചെയ്യണം. ഹല്ലേലൂയ. നെടുമങ്ങാട് സഭയിലായിരുന്നു ഞങ്ങൾ ഫൈനാൻഷ്യൽ ഗ്ലോറിയുടെ ക്ലാസ്സുകളും ഈ ഗ്ലോറി എല്ലാ വർഷവും എടുക്കുമായിരുന്നു. അത് കഴിയുമ്പോൾ തന്നെ ആൾക്കാരുടെ ലൈഫ് ഒന്ന് മാറും. ഈ സിറ്റി ചർച്ചിനകത്ത് നമ്മളങ്ങനെ വിശ്വാസത്താൽ ഗ്ലോറിയുള്ളത്തെ ഓപ്പണാക്കുക. ഹല്ലേലൂയ. നിന്റെ ലൈഫ് ചേഞ്ച് ആകാൻ പോകുക. നിന്റെ ഫുഡ് മാറാൻ പോകുന്നു. നിന്റെ വസ്ത്രധാരണം മാറാൻ പോകുന്നു. നിന്റെ ലൈഫ് സ്റ്റൈല് മാറാൻ പോകുന്നു. നിന്റെ അക്കൗണ്ടുകൾ നിറയാൻ പോകുന്നു. നിന്റെ വെൽത്ത് ഗ്ലോറി വെൽത്ത് മാറാൻ പോകുന്നു. വസ്തുവകകൾ, വീടുകൾ, സ്ഥലങ്ങൾ, ആരോഗ്യപരമായ മേഖലകളിൽ ഒരു ഗ്ലോറി റിലീസ് ആകാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരു ക്യാഷ് ഗ്ലോറി വെളിപ്പെടാൻ പോകുന്നു. കർത്താവായ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കും. അങ്ങനെയുള്ള അനവധി ക്യാഷ് ഗ്ലോറി. Abundance glory. Abundance glory. Abundance glory. Lisa. Action glory. Traveling glory. Traveling glory. Traveling glory. Transportation glory. Receive it all. Traveling glory. Transportation glory. Accommodation glory, please release agate. Redemption glory, please agate. Deliverance glory, please agate. Prophetic glory, is happening now. Release it. Provide edukate. Release your glory for a double portion power. He was happening now. Release it. The glory, release it. Glory, signs and wonders and miracles glory. And put on a video power. They must have a yagata carry one and pay. Carry one and pay. Carry one and pay. A satana wire. A satana wire glory. Hello. Yes. And it's all by faith. I bless them in Jesus' name. Hallelujah. ഞാൻ ഈ പ്രസംഗിച്ചത് ഞാനത് പറയാം, സാധാരണ രീതിയിൽ പറയാം. പക്ഷേ ഈ ഇതുപോലെയുള്ള സംഭവങ്ങള് ഈ അനോയിന്റിങ് റിലീസ് ആകുമ്പോൾ നിങ്ങൾ ഫെയ്ത്തിനത് വായിക്കും. വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തത് പ്രാപിക്കുന്ന ആ സഹോദരൻ ഓടി വന്ന് തന്റെ കയ്യിലുള്ളതെല്ലാം വിശ്വാസത്തിലുണ്ട്. ഈ കുപ്പിറ്റിലിട്ടു. ഇപ്പോൾ പറഞ്ഞിട്ടല്ല ഇട്ടത്, അതൊരു അനോയിന്റിങ് ആണ്. ഏത് സംഭവവും ആത്മാവിൽ വിളിച്ചു പറയുന്നത് റിസീവ് ചെയ്യുന്നത് ബലാത്കാരമാണ്. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ അവന് കിരണശേഖി വന്നപ്പോ
ചാടി അവന്റെ കയ്യിലുണ്ടായിരുന്ന അന്ന് എന്തിനോ എല്ലാം കൊണ്ടുവന്നിട്ട്, പക്ഷെ അവന് പിന്നീട് വലിയൊരു ഡെലിവറൻസ് നടന്നു. ഏത് കാര്യവും നിങ്ങൾ ആത്മാവിൽ വിളിച്ചുള്ള വലിയ കാര്യങ്ങൾ, സംഭവങ്ങൾ നിങ്ങൾ ഫെയ്ത്തിൽ ഇരുന്നിട്ട് അത് നടക്കുന്നില്ല. അടുത്തിരിക്കുന്ന പ്രാപിക്കും വിശ്വാസത്തെ നീ ചാടി പിടിക്കും. അതിനൊരു ആക്ഷനുണ്ട്. ദൈവരാജ്യം മുഴുവൻ ആക്ഷനാണ്. വിശ്വാസത്തിന്റെ പ്രവൃത്തികളിൽ നമ്മൾ പ്രാപിക്കുന്നു. ഞാൻ നമ്മുടെ ഭാഷപരമായി കണ്ടിട്ടില്ല. ഓടിയിൽ നമ്മുടെ മുഖത്തിൽ മൈസൂരിൽ ഓർമ്മിക്കുന്നു. ഞങ്ങൾക്ക് എണ്ണശീലനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ ആ ഷൂന്നൊക്കെ പ്രാപിച്ച് നമ്മള് ഇത് മനുഷ്യനെ ആരാധിക്കുന്നില്ല, അവരെ അനോയിന്റിംഗ് നിറച്ചിരിക്കുന്നു. അവരെ അഭിഷേകത്തിൽ മനുഷ്യനെയല്ല വർഷിപ്പിക്കുന്നത്. നമ്മൾ അവരിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തെ നമ്മൾ ഊറ്റിയെടുക്കണം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, അഭിഷേകം ഭയങ്കരമാണ്. ഒരു മനുഷ്യനല്ല വലുത്, അവന്റെ മേൽ കിടക്കുന്ന അനോയിന്റിംഗ് ഭയങ്കരമാണ്. ആ അഭിഷേകമാണ് അവനെ മറ്റൊരു വ്യത്യസ്തനാക്കുന്നത്. നിങ്ങളുടെ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ ശുശ്രൂഷകന്റെ അടുത്ത ആഴ്ച ഒരു ദിവസം വരുന്നുണ്ട്. പ്രസംഗത്തിൽ ചിലപ്പോൾ ഉറങ്ങി വീഴാൻ സാധ്യതയുണ്ട്. കാരണം സ്നേഹത്തെ കുറിച്ചുള്ള പ്രസംഗമാണ്. പക്ഷെ ലൈഫ് ഭയങ്കരമാണ്. പുള്ളിയിലൊരു അഭിഷേകമുണ്ട്. പുള്ളി 8 കാലം കൊടുത്തതാണ്. പുള്ളി ഭയങ്കര ഗിവിങ്ങിന്റെ ഒരു അഭിഷേകമാണ്. അപ്പൊ നമ്മുടെ സഭ നെക്സ്റ്റ് സൺഡേ വരുന്നത് റാഫേൽ എന്ന ദേവദാസനാണ്. അദ്ദേഹത്തിന്റെ അഭിഷേകത്തെ കണ്ടുകൊണ്ട് ഞാൻ വില കൊടുത്ത് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് 5 സ്റ്റാർ ഹോട്ടലിൽ എടുത്തു കൊടുത്ത്, അദ്ദേഹത്തിന് വേറെ ആർക്കും കൊടുക്കാത്ത ഓഫറിങ് കൊടുത്ത് നമ്മൾ കൊണ്ടുവരിക. അടുത്ത ആഴ്ച ആർക്ക് വേണ്ടി? നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ അദ്ദേഹം കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രീച്ചിങ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അസാധാരണ അഭിഷേകം നിങ്ങളിൽ ഇമ്പാർട്ട് ചെയ്യാൻ നിങ്ങൾ മൃഗങ്ങളെ പോലെ സ്വഭാവമുള്ളവരെല്ലാം യേശുവിന്റെ സ്വഭാവമായി അദ്ദേഹത്തിന് വ്യാപരിക്കുന്ന സ്നേഹത്തിന്റെ സ്വഭാവം. അപ്പൊ ഞാന് നോക്കിയപ്പോൾ ഇവിടെ അതാണ് ഇല്ല. അതാണ് സ്നേഹം. ആ സ്നേഹം ഇമ്പാർട്ടേഷനായി വില കൊടുത്ത് ഭാവിക്കാൻ പോകുന്നു. അത് ക്യാരി ചെയ്യുന്നത് സ്നേഹമൊക്കെ അഭിനയമുണ്ട്. അകത്ത് മൃഗത്തിന്റെ സ്വഭാവങ്ങൾ. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ ഇമ്പോർട്ടേഷനായി നമ്മൾ ആവശ്യത്തിനെ കൊണ്ടുവരിക. അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങളെല്ലാം വന്ന് അതൊക്കെ പ്രാപിക്കണം. അയ്യോ പാസ്റ്ററെ, ചില ആൾക്കാർ വന്ന് കയ്യെ കെട്ടിപ്പിടിച്ച് ഷാക്കറ്റൊക്കെ ചെയ്ത് ചിരിക്കുക ചെയ്ത് അതിന് തലപ്പ് കൊണ്ടാൻ വേണ്ടി കത്തി സ്തോത്രം. എല്ലാരും വിചാരിക്കുന്നു ഞാൻ അറിയുന്നില്ല, മാറുന്നില്ല, എനിക്ക് മണ്ടനാക്കുന്നത്. പക്ഷെ യുവകളെ, ഞാന് നമ്മളെയൊക്കെ ചരിത്രം കേട്ടാൽ നീ 2 പ്രാവശ്യം ബോധപ്പെട്ട് നിറയുകയും എല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മളിതൊക്കെ വന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സ്നേഹത്തിന്റെ അകത്ത് ഒഴുകണം. യേശുവിന്റെ സ്നേഹത്തിന്റെ അകത്ത് ഒഴുകണം. നിന്റെ കണ്ണവും കാവട്യവും മുഖം മൂടിയും മാറിയിട്ട് നിന്റെ അകത്തുനിന്ന് ദൈവസ്നേഹം ഒഴുകണം. നീ പിടിച്ചു. അതുകൊണ്ട് അടുത്ത ആഴ്ച ഒരുങ്ങി വരണം കേട്ടോ, ഒരുങ്ങി വരണം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് കൊണ്ടുവന്ന് പൈസക്ക് ഇട്ട് റിസീവ് ചെയ്തു. എങ്ങനെയാണോ റിസീവ് ചെയ്യാം അങ്ങനെ നിങ്ങൾ അടുത്ത റെഡിയായി വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ മാത്രം ദൈവസ്ഥലിൽ നിന്ന് ബാക്കിയുള്ള ദിവസത്തിൽ പെട്ടെന്നിരുന്ന് നമ്മൾ തിരുവത്താൻ ശുശ്രൂഷയ്ക്ക് പോകാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ ഡീറ്റെയിൽസ് മുന്നോട്ട് വരാം. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടവർ മാത്രം നിൽക്കുക. നീ ചിന്തിക്കുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ അത് വെളിപ്പെടും. ചില കാര്യങ്ങൾ നീ ചിന്തിക്കുന്നതിന് മണിക്കൂറുകൾ എടുക്കുന്ന നിമിഷത്തിൽ പിടിച്ചെടുക്കാം. ജനത്തെ അനുകരിക്കുന്ന മടങ്ങി സന്തോഷത്തോടെ മടങ്ങി പോകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ കേട്ടതായ ദൈവിക ദൂതങ്ങളോടും പ്രാപിച്ച ദൈവശക്തിയോടും സകല വിശുദ്ധന്മാരോടും കാലാവസാനത്തോടെ ഉണ്ടാക്കപ്പെടുമാറാകട്ടെ. നമുക്ക് ചെയ്തു നൽകിയ കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവായ യേശുവേ, God bless you.
ഇതാണ് ബാക്ക് സൈഡില് ഗർഭകാലത്ത് കൊണ്ടുവന്ന